ഖുർആൻ പറയുകയാണ്, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രികുകുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടിപെടും കേട്ടോ. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി അടക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിൽ കയറി നിങ്ങൾ ഒളിച്ചിരുന്നാലും നിങ്ങളെ തേടി മരണം അവിടെ വരും. മാത്രമല്ല, കുൽനബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കൂ മനുഷ്യരോട്, ഓതിക്കൊടുക്കൂ മനുഷ്യരോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ ഓടിയകന്നുകൊണ്ടിരിക്കുന്ന മരണം, നിങ്ങൾ ഓടുകയാണ് മരണത്തിൽ നിന്ന്. സൈറൻ മുഴക്കി നിങ്ങൾ ചീറിപ്പായുകയാണ് എങ്ങോട്ട്? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടമാണ്. പക്ഷേ എത്ര വേഗതയിൽ നിങ്ങൾ ഓടിയാലും, എത്ര ബ്ലോക്കുകളെ തരണം ചെയ്ത് നിങ്ങൾ ചീറിപ്പാഞ്ഞാലും, ഫഇന്നഹു മുലാഖീകും, വഴിയിൽ നിങ്ങളെ കാത്ത് മരണമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മനുഷ്യ ഭൗതിക ലോകത്ത് അഹങ്കരിക്കേണ്ടതില്ല, മതിമറന്ന് ജീവിക്കേണ്ടതില്ല, ഒരിക്കലും റബ്ബിനെ വിസ്മരിച്ച ഈഹ ലോകത്ത് കഴിച്ചുകൂട്ടേണ്ടതില്ല, അതിന് വിട്ട് പൊങ്ങച്ചം നടിക്കേണ്ടതില്ല. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഖുർആൻ പറയുകയാണ്, കല്ല, വേണ്ട മനുഷ്യ, അഹങ്കാരം വേണ്ട, ഗർവ് വേണ്ട, ആട്ടുത്വം വേണ്ട, അഹങ്കരിക്കേണ്ട മനുഷ്യ. ഇദാ ബലഗതി തറാഖിയ, നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, നിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, വഖീല, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമാണ് നീ അനുഭവിക്കുക. ഘട്ടത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വേദനയും ബേജാറും അനുഭവിക്കുന്നത് കാണുമ്പോൾ, നിന്റെ അവസ്ഥ കാണുമ്പോൾ, നിന്റെ പിടച്ചിൽ കാണുമ്പോൾ, നിന്നെ കാണുന്ന മനുഷ്യർ അവർ പറയുകയാണ്, വഖീല, പറയപ്പെടുകയാണ്, മൻ റാഖ്, ആരാണ് ഈ മനുഷ്യനെ ഒന്ന് മന്ത്രിക്കാനുള്ളത്? ഈ മനുഷ്യനെ ഒന്ന് മന്ത്രിക്കാനുള്ളത് ആരാണ്? ഈ മനുഷ്യന് അല്പം ശമനം നൽകാനുള്ളത്? ഈ മനുഷ്യനെ ആരാണെന്ന് രക്ഷപ്പെടുത്താനുള്ളത്? അവന്റെ ബേജാറ് കണ്ടോ, വേവലാതി കണ്ടോ എന്ന് മറ്റുള്ളവര് പറയുകയാണ്. ആ ഘട്ടത്തിൽ വലന്ന അന്നഹുൽ ഫിറാഖ്, ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വലന്ന, അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ത്? അന്നഹുൽ ഫിറാഖ്, അതുനാധുനികമായി ഈ ഹോസ്പിറ്റലിൽ അതിവിദഗ്ധന്മാരായ ഡോക്ടർമാർ എന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഡോക്ടർമാരുടെ അറിവ് കൊണ്ട് എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടുകയില്ല. ഈ ഹോസ്പിറ്റലിലെ സംവിധാനങ്ങൾ കൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയില്ല. എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇനി ജീവനോടെ തിരിച്ചെത്തുകയില്ല. എൻ്റെ മക്കളെ ഞാൻ ജീവനോടിനി സമീപിക്കുകയില്ല. ഞാൻ യാത്ര ചോദിക്കുകയാണ്. ഞാൻ ഈ ദുനിയാവുമായി വേർപിരിയുകയാണ്. ഞാൻ ഈ ഭൂമിയോട് യാത്ര ചോദിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അവൻ തന്റെ വേർപാടിനെ ഉറപ്പിക്കുകയും ചെയ്താൽ, ഒരു മനുഷ്യായുസ്സിലെ അവസാന പ്രകടനമായി അവന്റെ കാലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൊച്ചു വലിച്ചാൽ, അവന്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി, അവന്റെ നാവ് കുഴഞ്ഞുപോയി, അവന്റെ രക്തചംക്രമണം അവസാനിച്ചു പോയി. ആ മനുഷ്യൻ കുഴഞ്ഞു വീഴുകയാണ്, നിലത്തേക്ക് വീഴുകയാണ്. അവന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമാവുകയാണ്. അവൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി പോവുകയാണ്. അവൻ മയ്യിത്തായി മാറുകയാണ്, ശവമായി മാറുകയാണ്. അവനെ തേടി ഉറുമ്പുകൾ അവൻ കിടക്കുന്ന കട്ടിലിൽ അവനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അവന്റെ മുഖത്ത് ഈച്ച മാറുകയാണ്. ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. അതോടെ അവസാനിച്ചു എന്ന് വിചാരിച്ചുവോ? അതോടെ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചുവോ? അതോടെ തീർന്നു എന്ന് വിചാരിച്ചോ? അതോടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? ഖുർആൻ പറയുന്നു, ഇല്ല, അതോടെ അവസാനിക്കുകയല്ല, ഇനി മടക്കമാണ്. എങ്ങോട്ടാണ് നിന്റെ മടക്കം? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ അടുക്കലേക്കുള്ള തിരിച്ചുപോക്കാണ് മനുഷ്യ. നിന്നെ സൃഷ്ടിച്ച നാഥന്റെ അടുക്കലേക്കുള്ള തിരിച്ചുപോക്കാണ് മനുഷ്യ. നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന റബ്ബ്, നിനക്ക് വേണ്ടി വായു സംവിധാനിച്ച റബ്ബ്, നിനക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയ റബ്ബ്, നിനക്ക് ആയുസിട്ടു തന്ന റബ്ബ്, തുടിക്കുന്നൊരു ഹൃദയം നിനക്ക് സമ്മാനിച്ച റബ്ബ്, ആ റബ്ബിലേക്കുള്ള തിരിച്ചുപോക്കാണ് മനുഷ്യായിനി. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, ഇനി നിന്റെ മടക്കം റബ്ബിന്റെ അടുക്കലേക്കാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അത് നമ്മൾ കരുതുന്നത് പോലെ നിസാരമല്ല.
അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല. മരണത്തോടെയെല്ലാം തീർന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ സുഖമായി ജീവിക്കാമായിരുന്നു, അടിച്ചു പൊളിച്ച് ആസ്വദിക്കാമായിരുന്നു. മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ചിട്ട് അവസാനം ഗതിമുട്ടുമ്പോ ഒരു ചാൺ കയറിലോ ഒരു കുപ്പി വിശത്തിലോ ജീവൻ ഒടുക്കാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, ജീവിതം അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഫലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യി വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ. ഫലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ, നാം മരിച്ചതോടുകൂടി നാം അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, മണ്ണോട് മണ്ണു ചേർന്ന് പോയിരുന്നെങ്കിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യി, എല്ലാ ജീവികൾക്കും മരണം ഒരു റാഹത്താകുമായിരുന്നു, അനുഗ്രഹമാകുമായിരുന്നു. മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ മരണം അനുഗ്രഹമാകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ, നാം മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ. ഖബറുകളിൽ നിന്ന് നാം എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ടല്ലോ. കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തലയിലെ മണ്ണ് തട്ടിയിട്ട് യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ഓരോരുത്തരും ചോദിക്കുന്ന ദിവസം. അധികം താമസിയാതെ അവർ തിരിച്ചറിയാണ്, ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ സത്യം ചെയ്തു പറഞ്ഞ, പരമകാരുണ്യകനായ അല്ലാഹു വഅദ ചെയ്ത, വാഗ്ദാനം ചെയ്ത ആ നാളാണല്ലോ ഇത് എന്ന് ഓർത്തുകൊണ്ട് മനുഷ്യർ കണ്ണു തള്ളിപ്പോകുന്ന ദിവസം. ആ ദിവസമുണ്ടല്ലോ മനുഷ്യ, വനുസ്അലു ബഅദഹു അൻ കുല്ലി ശൈഇ, ആ ദിവസം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ നിമിഷാർത്ഥങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടല്ലോ മനുഷ്യ. അത് വലിയൊരു പ്രശ്നമാണ്. അതിനെ നിഷേധിക്കാൻ നിന്റെ ബുദ്ധിക്ക് കഴിയില്ല. നിനക്ക് അല്ലാഹു നൽകിയ ചിന്ത കൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട്, ചിന്ത കൊണ്ട് അങ്ങനെ ഒരു ലോകത്തെ തള്ളിക്കളയുവാൻ കഴിയില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വെല്ലുവിളിച്ചത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അല്ലാഹു പറയാണ്, മനുഷ്യൻ വിചാരിക്കുന്നുവോ, അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ എല്ലും തുണ്ടങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ലെന്നവൻ കരുതുന്നുവോ? മണ്ണോട് മണ്ണു ചേർന്ന നുരുമ്പിയ അവന്റെ എല്ലുകളെ അല്ലാഹു രണ്ടാമത് റീഫിറ്റ് ചെയ്യുകയില്ല എന്നവൻ കരുതുന്നുവോ? അതിനല്ലക്ക് കഴിയില്ലെന്ന് വിചാരിക്കുന്നുവോ? മനുഷ്യ, നീ അറിയണം, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിന്റെ വിരൽത്തുമ്പുകളെ ശരിപ്പെടുത്തിയ റബ്ബിന് ഒരു പ്രയാസവുമില്ല നിന്നെ രണ്ടാമത് നിന്റെ എല്ലും തുണ്ടുകളെ, ആ എല്ലും തുണ്ടങ്ങളെ റീഫിറ്റ് ചെയ്യുക എന്നത്, ആ ഖബറിൽ നിന്ന് വിളിച്ച് കൊണ്ടുവരിക എന്നത് അള്ളക്ക് പ്രയാസമുള്ള കാര്യമില്ല മനുഷ്യ. അത് മനസ്സിലാകണമെങ്കിൽ നിന്റെ വിരലിന്റെ തുമ്പിലേക്ക് നീ ഒന്ന് നോക്കിയാൽ മതി. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ വിരൽത്തുമ്പുകൾ സാക്ഷിയാണ്. ലോക അവസാനമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നതിന് മനുഷ്യ നിന്റെ വിരൽത്തുമ്പുകൾ സാക്ഷിയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരിക്കലും അതിനെ നിഷേധിക്കാൻ ലോകത്തിലാൾക്ക് കഴിയില്ല, ഒരു ബുദ്ധിജീവിക്കും കഴിയില്ല. നിഷേധിച്ചവരുണ്ട്, പരിഹാസ്യരായിട്ടുണ്ടവർ. അതിനെ നിഷേധിച്ചവർ പരിഹാസ്യരായി. അതുകൊണ്ടാണല്ലോ പാടപ്പെട്ടത്, ഖാലൽ മുനജ്ജിമു വതബീബു കിലാഹുമാ ലയുഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ ഇൻ സഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ഔ സഹ ഖൗലി ഫൽ ഖസാറു അലൈകുമാ. പാടത്ത് പടിയെടുത്തുകൊണ്ടിരിക്കുന്ന കർഷകനായ ഒരു നാടൻ മനുഷ്യൻ, പാടത്ത് പടിയെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കൃത്യമായി ആ പാടത്തിന്റെ അല്ലെങ്കിൽ വയലിന്റെ വരമ്പിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് മക്കളെ നല്ല നിലയിൽ പരിപാലിക്കുകയാണ്. അയൽപക്കക്കാരോട് മര്യാദ കാണിക്കുകയാണ്. മാത്രമല്ല, സാമ്പത്തിക രംഗത്ത്
ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് തഖ്വയോടെ അയാൾ ജീവിക്കുകയാണ്. പക്ഷേ അയാൾക്ക് 2 സ്നേഹിതന്മാരുണ്ടായിരുന്നു, ചങ്ങാതിമാരുണ്ടായിരുന്നു. അവര് മോശക്കാരല്ല. അതിവിജ്ഞാനം അല്ലെങ്കിൽ വലിയ വലിയ വിജ്ഞാനങ്ങൾ നേടിയെടുത്ത ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച് പരിജ്ഞാനമുള്ള ഒരു വ്യക്തി. മറ്റേയാളോ, അയാൾ വലിയൊരു വിശഗ്വരനാണ്, അറിയപ്പെട്ട ഒരു ഡോക്ടറുമാണ്. ഈ രൂപത്തിലെ 2 ആളുകൾ അദ്ദേഹത്തിന്റെ ചങ്ങാതിമാരാണ്. ഈ മനുഷ്യന്റെ പേടിയും ഈ മനുഷ്യന്റെ ബേജാറും ഈ മനുഷ്യന്റെ സൂക്ഷ്മതയും കണ്ടപ്പോ ഈ ആളുകൾ, ഈ 2 ബുദ്ധിജീവികൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിക്കാണ്, എന്തിനാ മനുഷ്യ നീ ഇങ്ങനെ ബേജാറാകുന്നത്? ഇത്രയും സൂക്ഷ്മമായി എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങളൊക്കെ ജീവിക്കുന്നത് കണ്ടില്ലേ? അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നത് പോലെ നീയും ജീവിച്ചോ. ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നീയും ആസ്വദിച്ചോ എന്ന് ഈ കർഷകനായ പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യനടുക്കിലേക്ക് ഈ 2 ബുദ്ധിജീവികൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന പണിയായുധം നിലത്ത് വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് അയാൾ ആ 2 ബുദ്ധിജീവികളോട് തിരിച്ചു ചോദിച്ചു, ഇൻസഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ. നിങ്ങൾ പറഞ്ഞത് ശരിയായാൽ, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വാദം ഉണ്ടല്ലോ, മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന ഈ വാദം, അത് ശരിയായാൽ ഫലസ്തു ബിഖാസിരിൻ, ഈ പാവപ്പെട്ടവനൊന്നും നഷ്ടപ്പെടാനില്ല. ദുനിയാവിൽ ഞാൻ നല്ലവനായി ജീവിച്ചത് കൊണ്ട്, എന്റെ മാതാപിതാക്കളോട് ഞാൻ നല്ല നിലയിൽ വർത്തിച്ചത് കൊണ്ട്, എന്റെ മക്കളോട് നല്ല നിലയിൽ പെരുമാറിയത് കൊണ്ട്, എന്റെ അയൽവാസികൾക്കുള്ള അവകാശങ്ങൾ ഞാൻ നൽകിയത് കൊണ്ട്, സാമ്പത്തിക രംഗത്ത് ഞാൻ സത്യസന്ധത കാണിച്ചത് കൊണ്ട്, ഞാൻ സത്യം പറഞ്ഞ ഐഹിക ലോകത്ത് ജീവിച്ചത് കൊണ്ട് ഫലസ്തു ബിഖാസിരിൻ, എനിക്കൊരു നഷ്ടവും സംഭവിക്കാനില്ലല്ലോ. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഔസഹ ഖൗലി, ഞാൻ പറഞ്ഞത് ശരിയായാലോ, ഞാൻ പറയുന്നത് എന്താണ്? പരലോകമുണ്ടെന്നാണ്, സ്വർഗമുണ്ടെന്നാണ്, നരകമുണ്ടെന്നാണ്, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയുണ്ടെന്നാണ്. അതുകൊണ്ട് ഔസഹ ഖൗലി ഫൽഖസാറു അലൈകുമാ, ഞാൻ പറഞ്ഞത് ശരിയായാൽ നഷ്ടം നിങ്ങൾക്കല്ലേ, പരാജയം നിങ്ങൾക്കല്ലേ. അപ്പോ നിങ്ങൾ ബുദ്ധിയുണ്ടെന്ന് വെറുതെ പറയല്ലേ, നിങ്ങൾ ബുദ്ധിമാന്മാരല്ലല്ലോ. നിങ്ങൾ ബുദ്ധിമാന്മാരായിരുന്നെങ്കിൽ എന്റെ നിലപാട് നിങ്ങൾ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ വിഡ്ഢികളുടെ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു എന്നാണ്. അങ്ങനെ ബുദ്ധിയുടെ ചിന്തയുടെ ഏത് മൂലയിലിട്ടുകൊണ്ട് ആലോചിച്ചാലും മനുഷ്യന് നാളെ ഒരു ജീവിതം വരാനുണ്ട്. അവിടെയുള്ള വിജയമാണ് യഥാർത്ഥ വിജയം. അത് അല്ലാഹു മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ചില സാധുക്കൾ വിചാരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ മരണഭയം ചൂഷണം ചെയ്യാൻ വേണ്ടി മതങ്ങൾ പഠിപ്പിച്ചതാണ് മരണാനന്തര ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ഒരിക്കലും അല്ല മനസ്സോദനങ്ങളെ, മനുഷ്യന്റെ മരണഭയം ചൂഷണം ചെയ്യാനല്ല. ഒരാൾക്ക് മരണത്തോട് പേടിയുണ്ടാവും, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാവും. ഒരിക്കലും മതം അതിനെ ചൂഷണം ചെയ്യുന്നില്ല, മതം അതിനെ ചൂഷണം ചെയ്യുന്നില്ല. നേരെ മറിച്ച് മതം മരണാനന്തര ജീവിതം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ബുദ്ധിപരമായിട്ടാ പറഞ്ഞത്, അന്ധമായി വിശ്വസിച്ചോളാൻ അല്ല അല്ല പറഞ്ഞത്. പരലോകമൊക്കെ ഉണ്ട്, അതിന് തെളിവെന്താ? തെളിവൊന്നുമില്ല, നിങ്ങൾ അങ്ങ് എഴുതിട്ട് വരുന്നൊന്നുമല്ല അല്ല പറഞ്ഞത്. നേരെ മറിച്ച് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നല്ല പറഞ്ഞപ്പോൾ കൃത്യമായി തെളിവ് പറഞ്ഞു, കൃത്യമായി തെളിവ് പറഞ്ഞു. മനുഷ്യന്റെ ബുദ്ധി അല്ല തട്ടി ഉണർത്തി. എന്നിട്ട് ആ ബുദ്ധിയെ ബോധ്യപ്പെടുത്തി. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മതലൻ വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹ് പറയാൻ, അവലം യറൽ ഇൻസാൻ, അവൻ കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, എവിടുന്ന അവനെ സൃഷ്ടിച്ചത്? നുത്ഫത്തിൽ നിന്നാണ്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ശ്രവിക്കുന്ന അവന്റെ ഇന്ദ്രിയത്തിലെ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒരു ബീജം. അതൊരിക്കലും മനുഷ്യന്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയോ? ഞാൻ നോക്കിയേ കാണൂ, നിങ്ങൾ നോക്കിയേ കാണൂ, കാണൂല. ആ ഒരു ബീജ കണത്തിൽ നിന്നാണ് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചത്. അല്ലാഹ് പറയാണ്, അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ഖുർആൻ വെറുതെ പറഞ്ഞതല്ലല്ലോ. ആ ഒരു ബീജഗണത്തിൽ നിന്ന് മനുഷ്യരെ നാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ പൂർവാവസ്ഥ, അന്ന് നിനക്ക് മൂക്കിന് താഴെ മീശ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ? നല്ല മസിലുണ്ടായിരുന്നോ? ഇല്ല. നടക്കാൻ കാലുണ്ടായിരുന്നോ? പിടിക്കാൻ കൈയുണ്ടായിരുന്നോ? സംസാരിക്കാൻ നാവുണ്ടായിരുന്നോ? കാണാൻ കണ്ണുണ്ടായിരുന്നോ? തുടിക്കുന്ന ഹൃദയം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. പിന്നെ നീ ആരാ? നീ ആരാ? ശ്രവിക്കപ്പെട്ട ആ ഇന്ദ്രിയത്തിലെ അറക്കുന്ന വെറുക്കുന്ന ഇന്ദ്രിയത്തിലെ ലക്ഷക്കണക്കിന് ബീജകണങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു കണമായിരുന്ന നീ, അത് പിന്നെ രൂപമാറ്റം സംഭവിച്ച് സിക്താണ്ഡമായി മാറി. അബലയായൊരു പെണ്ണിന്റെ ഗർഭാശയഭിത്തിയിൽ
അള്ളിപ്പിടിച്ചിരുന്നു. എന്നിട്ടത് രക്തകഷ്ണമായി മാറി, പിന്നെ അത് മാംസകഷ്ണമായി മാറി, പിന്നെ എല്ലും തുണ്ടങ്ങളായി രൂപാന്തരപ്പെട്ടു, പിന്നെ അതിനെ മാംസം വന്ന് കവർ ചെയ്തു. കണ്ണ് വേണ്ടെടുത്ത് കണ്ണും, കാത് വേണ്ടെടുത്ത് കാതും, കാല് വേണ്ടെടുത്ത് കാലും, കൈ വേണ്ടെടുത്ത് കൈയും വന്നു. ശരിയല്ലേ? ഇതൊരു പ്രക്രിയയല്ലേ? ഇത് നിഷേധിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഈ രൂപത്തിൽ വളർന്ന് ഗർഭാശയത്തിൽ 9 മാസം പൂർത്തിയാക്കി ദുനിയാവിലേക്ക് നീ ഇറങ്ങി, ചാടിയിറങ്ങി. ഇവിടെ വരുന്നതിന് മുമ്പ് നിനക്ക് കൈ രൂപാന്തരപ്പെട്ടില്ലേ? ഈ ദുനിയാവിൽ വരുന്നതിന് മുമ്പ് കാലുണ്ടായിരുന്നില്ലേ? മാതാവിന്റെ ഗർഭാശയത്തിൽ അവിടെ പാർക്കുണ്ടായിട്ട കാല് അല്ല, പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ട കൈ അല്ല, കാണാൻ എന്തെങ്കിലും ഉണ്ടായിട്ട കണ്ണ് അല്ല. പക്ഷേ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഈ ദുനിയാവിൽ നിന്നെ ജീവിപ്പിക്കുവാൻ വേണ്ടി ആസൂത്രിതമായി അള്ളാഹു ക്രമീകരിച്ചു. നീ അറിയാതെ അള്ളാഹു ഒരുക്കി തന്നു എല്ലാം. ദുനിയാവിൽ വന്നപ്പോഴാണ് കാലിന്റെ ഉപയോഗം എന്താന്ന് നിനക്ക് മനസ്സിലായത്, കൈയിന്റെ ഉപയോഗം എന്തെന്ന് മനസ്സിലായത്, കണ്ണെന്തിനാ തന്നതെന്ന് മനസ്സിലായത്, കാതെന്തിനാ തന്നതെന്ന് മനസ്സിലായത്. ശരിയല്ലേ? ശരിയായി, ശരിയാണ്. അങ്ങനെ വളർന്ന് വലുതായി. ഖുർആൻ പറയാ ഫൈദാഹു ഹസീമു മുബീൻ. അങ്ങനെ വളർന്ന് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാനായപ്പോ, മൂക്കിന് താഴെ മീശ മുളച്ചപ്പോ അവൻ ഫൈദാഹു ഹസീമു മുബീൻ, വ്യക്തമായ ശത്രുവായി മാറുകയാണ്. എന്നിട്ട് അവൻ നമുക്ക് ഉപമകൾ പറയുന്നു, ഉദാഹരണങ്ങൾ പറയുന്നു. അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നു കളയുന്നു. അവനെങ്ങനെ ഉണ്ടായതെന്ന് അവൻ മറന്നു കളഞ്ഞു. എന്നിട്ടല്ല പറയാ, എന്നിട്ട് അവൻ ചോദിക്കണേ, 2 കാലിൽ എണീറ്റിന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ഈ എല്ലും തുണ്ടൊക്കെ ദ്രവിച്ചു പോയാൽ ആരാണ് രണ്ടാമത് എഴുന്നേൽപ്പിക്കുന്നത് എന്നാണ് ആ സാധു ചോദിക്കുന്നത്. എന്താ അവന്റെ ചോദ്യം? എല്ലും തുണ്ടങ്ങൾ അത് ദ്രവിച്ചതിനു ശേഷം ആരാണ് രണ്ടാമത് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അല്ലാഹ് പറയാ, കുൽ, മറുപടി പറഞ്ഞു കൊടുക്ക നബി അവർക്ക്. എന്താ മറുപടി? ഇപ്പോൾ പറയാൻ ഒരെല്ലും തുണ്ടമുണ്ടല്ലോ, ഇപ്പോൾ പറയാൻ ഒരെല്ലും തുണ്ടമുണ്ടല്ലോ. ഒരെല്ലും തുണ്ടം പോലും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചവനാരോ, ആദ്യം നിന്നെ സൃഷ്ടിച്ചവനാരോ അവൻ തന്നെ ആയിരിക്കും രണ്ടാമത് നിന്നെ ഖബറിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക. അതൊരു പ്രയാസമല്ലല്ലോ. ഒരു സാധനം ആദ്യം ഉണ്ടാക്കാനല്ലേ പ്രയാസോ? അത് ഉണ്ടാക്കിയിട്ട് രണ്ടാമതിന് ഒന്നുകൂടെ റെഡിയാക്കി എടുക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല. അവൻ എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും നന്നായി അറിയുന്നവനാണ് എന്ന് ഖുർആൻ ബുദ്ധിപരമായി സമർത്ഥിച്ചു തന്നു. ബുദ്ധിപരമായി സമർത്ഥിച്ചു തന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ശരി, അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ലോകത്ത് രക്ഷപ്പെടണ്ടേ? വേണം. അവിടെ വിജയിക്കണ്ടേ? വേണം. അവിടെ ഒരു വീട് വേണ്ടേ? വേണം. അവിടെ കുടുംബജീവിതം വേണ്ടേ? വേണം. അവിടെ സുഖസൗകര്യങ്ങൾ വേണ്ടേ? വേണം. ആ ലോകമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഓ മനുഷ്യ, ഭൗതിക ലോകത്ത് നീ ചെയ്യുന്ന നന്മകൾക്ക് പ്രസക്തി. അതില്ലെങ്കിൽ ഒരു പ്രസക്തിയില്ല. നേരെ മറിച്ച് ഈ പറയുന്ന വാചകങ്ങൾ പ്രസക്തമാകുന്നത്, ഇത് കേൾക്കുന്നത് പ്രസക്തമാകുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിക്കുന്നത് പ്രസക്തമാകുന്നത്, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് പ്രസക്തമാകുന്നത്, ഞാൻ എൻ്റെ കച്ചവടത്തിൽ നീതി കാണിക്കുന്നത് പ്രസക്തമാകുന്നത്, ഞാൻ എൻ്റെ അയൽവാസിയോട് മര്യാദ കാണിക്കുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത്, ഒരു അഗതിയെ ഞാൻ സഹായിക്കുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത്, ഒരു അനാഥയെ ഞാൻ താലോലിക്കുന്നതിന് പ്രസക്തി ഉണ്ടാകുന്നത് ആ ലോകമുണ്ടെങ്കിൽ മാത്രമാണ്. മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ മാത്രമാണ്. മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ ഞാൻ എന്തിനു നന്മ ചെയ്യണം? ഞാൻ എന്തിനു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം? ഞാൻ എന്തിനു വേദനകൾ സഹിക്കണം? ഞാൻ എന്തിനു പ്രസംഗിക്കണം? നിങ്ങൾ എന്തിനു പ്രസംഗം കേൾക്കണം? ഒരു കാര്യമില്ല, വെറുതെയാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിലാണ് മനുഷ്യ സഹോദരങ്ങൾ ഇതൊക്കെ പ്രസക്തമാകുന്നതെങ്കിൽ ആ ലോകത്ത് നിനക്ക് ജീവിക്കണ്ടേ? വേണം. അവിടെ രക്ഷപ്പെടണ്ടേ? വേണം. അവിടെ നിനക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വിജയം വേണ്ടേ? വേണം. ആ വിജയം നിനക്ക് നേടിത്തരുന്നതാണ്. ആ വിജയം നിനക്ക് നേടാൻ നിനക്ക് ആവശ്യമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം. ഈ ആദർശം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിനക്ക് പരലോകത്ത് രക്ഷയില്ല, നിനക്ക് സ്വർഗമില്ല, സ്വർഗത്തിൽ കടക്കുക സാധ്യമല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ താക്കോലാണ്. സ്വർഗത്തിന്റെ കവാടം നിനക്ക് തുറക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്ന താക്കോൽ നിന്റെ കയ്യിലുണ്ടാകണം. ആ താക്കോലില്ലെങ്കിൽ അവിടെ നരകമാണ്, നരകം ഉറപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് മുന്നിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുകയില്ല.
നേരെ മറിച്ച് നിനക്ക് നരകമാണുള്ളത്, ശാശ്വതമായ നരകമാണുള്ളത്. ഒരിക്കലും രക്ഷപ്പെടാത്ത രൂപത്തിൽ ശാശ്വതനായി നീ നരകത്തിൽ കടക്കേണ്ടി വരും. അതല്ലേ വലിയ പ്രശ്നം? ശാശ്വതമായി ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം, അതല്ലേ വലിയ പ്രശ്നം? അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ജനങ്ങളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. ഓ ജനങ്ങളെ, പരലോകമുണ്ട്, പരലോകമുണ്ട്, പരലോകമുണ്ട്. ആ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടണമെങ്കിൽ ഈ മഹത്തായ ആദർശം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഇതില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് റബ്ബിനെ ഇതില്ലാതെ ഒരിക്കലും അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വിജയമില്ല. അതാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. നാളെ അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് ആദരിക്കുന്നത് ആരെയാണ്? മന്നൊരുത്തനാണ് ലഖിയല്ലാഹ്, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അവനെ സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ അവൻ പോയി നിൽക്കുകയാണ്. ഉടുമുണ്ടുടുക്കാതെ വസ്ത്രം ധരിക്കാതെ റബ്ബിന്റെ മുന്നിൽ അവൻ നിൽക്കുകയാണ്. അവൻ എങ്ങനെയാ നിൽക്കുന്നത്? എങ്ങനെയാ വന്നത്? എന്തുമായിട്ടാണ് വന്നത്? കയ്യിൽ പണവുമായിട്ടല്ല, പ്രതാപത്തിന്റെ വസ്ത്രവുമായിട്ടല്ല. നേരെ മറിച്ച് അവന്റെ കയ്യിൽ ആകെയുള്ളത് അതേ ഹൃദയമാണ്. എങ്ങനെയുള്ള ഹൃദയം? ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത ഹൃദയം, തൗഹീദുള്ള ഹൃദയം. ആ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടിയവനാരോ ദഖലൽ ജന്ന, അവനാണ് സ്വർഗത്തിൽ കടന്നത്, അവനാണ് സ്വർഗത്തിൽ കടന്നത്. എന്നാൽ വേറൊരുത്തൻ വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. അവൻ വന്നത് വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലന്നാർ, അല്ലാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ അല്ലാത്തവർക്ക് അർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഉയർത്തേണ്ട കരങ്ങൾ പടപ്പുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളക്ക് മാത്രം നൽകേണ്ട നേർച്ച വഴിപാടുകൾ പടപ്പുകൾക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രം ചെയ്യേണ്ട സത്യം നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും തലകൊണ്ട് ചെയ്തിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണവൻ. അങ്ങനെയുള്ളവന് സ്വർഗമില്ല. നേരെ മറിച്ച് ദഖലന്നാർ, അവനുള്ള സങ്കേതം നരകമാണ്. അവനുള്ള സങ്കേതം നരകമാണ്, ശാശ്വതമായ നരകമാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ, അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ റബ്ബിന് കൂറുകാരെ ഉണ്ടാക്കിയാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കി കളയും എന്നാണ്. സ്വർഗം പിന്നെ അവന് ഹറാമാണ്, നിഷിദ്ധമാണ്. സ്വർഗത്തിൽ അവൻ കടക്കില്ല, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കില്ല, സ്വർഗത്തിലേക്കുള്ള കവാടം അവന് മുന്നിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടണം. ഞാൻ മാത്രല്ല, എന്റെ പിതാവ് രക്ഷപ്പെടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ മാത്രമല്ല, എന്നെ നൊന്തുപെറ്റ എന്റെ ഉമ്മ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്നോടൊപ്പം കളിച്ചു വളർന്ന എന്റെ സഹോദരങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന, എന്നും എന്നെ നോക്കി ചിരിക്കുന്ന, എന്നോട് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന എന്റെ അയൽവാസി നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്നോടൊപ്പം പഠിച്ചു വളർന്ന എന്റെ സഹപാഠി നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ കണ്ട, എന്നെ പരിചയപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, അവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനുണ്ടാകണം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്നവരെ അല്ലാഹു പ്രശംസിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നവരെ അല്ലാഹു പ്രശംസിച്ചത്. എന്താ അല്ലാഹു പറഞ്ഞത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹു ചോദിക്കുകയാണ്, വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? ആരാ ചോദിക്കുന്നത്? ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ് ചോദിക്കുകയാണ്. എന്ത്? വമൻ അഹ്സനു ഖൗല, ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട്? വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവർ ആരുണ്ട്? നമുക്കിഷ്ടമല്ലാത്ത ആരെയാണ്? നമുക്കിഷ്ടമല്ലാത്തത് അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരെയാണ്. അല്ലേ? നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ പ്രശ്നം എടുത്തിട്ട് അത് വിഷയാക്കി പ്രസംഗിക്കണേട്ട് നമ്മൾ സാഹൂതം കേൾക്കും. അല്ലേ? ഗദ്ദാഫിക്ക് എന്ത് സംഭവിച്ചു?
ഒരു പ്രസംഗം നടക്കുകയാണ്, നമ്മൾ സാഹൂതം കേൾക്കും അല്ലേ, നമുക്ക് താല്പര്യമാണ്. ഇറാഖിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അന്വേഷിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ ശ്രദ്ധയെ സംബന്ധിച്ച് അവൾ സൂചിപ്പിക്കണത്. എന്നാ ഒരാൾ തൗഹീദ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര കാലായി ഉമ്മ തൊട്ടീന്ന് പറഞ്ഞാണ് തുടങ്ങിയ സാധനം അത് അല്ലേ, അങ്ങനെയാണ്. പക്ഷെ അല്ലാഹ് ചോദിക്കുകയാണ്, എന്താ അല്ലാഹുവിന്റെ ചോദ്യം? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന വേറെ ആരാണുള്ളത്? അല്ലാഹുവിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹ് ഉണ്ടെന്ന് പറയല, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരു അല്ലാഹുണ്ട് എന്ന് പറയലാണോ? അതെല്ലാവർക്കും അറിയാം. പാറിപ്പറക്കുന്ന പറവകൾക്കായ യാഥാർത്ഥ്യം അറിയാം, സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ടു നടക്കുന്ന മത്സ്യങ്ങൾക്കായ യാഥാർത്ഥ്യം അറിയാം, ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് ആ യാഥാർത്ഥ്യം അറിയാം, ഈ പുറം ലോകവുമായി ബന്ധപ്പെടാതെ കാടിനുള്ളിൽ കഴിച്ചുകൂട്ടുന്ന ആദിവാസികൾക്ക് ആ യാഥാർത്ഥ്യം അറിയാം. എന്ത്? ദൈവമുണ്ടെന്ന്, ആകാശത്തെ സൃഷ്ടിച്ചൊരു നാഥനുണ്ടെന്ന്, ഈ ഭൂമിയെ സൃഷ്ടിച്ചൊരു നാഥനുണ്ടെന്ന് അതിനെ നിഷേധിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. അതാർക്കും ആരും പറഞ്ഞു കൊടുക്കുകയും വേണ്ട, അതെല്ലാവർക്കും അറിയാം. അപ്പൊ ചോദിക്കും, മൗലവി യുക്തിവാദികളില്ലേ നമ്മുടെ നാട്ടില്, ദൈവനിഷേധികളില്ലേ, ദൈവത്തെ ദൈവമില്ലെന്ന് പറയുന്നവരില്ലേതാ? അവര് ദൈവത്തെ അറിയാത്തവരാണോ? അല്ല, ദൈവത്തെ അറിയാത്തവരല്ല, ദൈവത്തെ അറിഞ്ഞവരാണ്, അള്ളാനെ അറിയുന്നവരാണ് അവരും. അവരുടെ മനസ്സിൽ അല്ലാഹ് ഉണ്ട്, അവരുടെ ഹൃദയത്തിൽ അല്ലാഹ് ഉണ്ട്, പക്ഷേ കളവ് പറയുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ അറിയപ്പെട്ട പല യുക്തിവാദികളും ദൈവനിഷേധികളും അവര് ദൈവനിഷേധമൊക്കെ പറഞ്ഞു, പക്ഷേ എപ്പോഴും ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. മനുഷ്യന്മാരങ്ങനെയാണ്, ഇങ്ങനെ ഇന്ന് നടക്കണം നാളെ വീണു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വന്നപ്പോൾ, പീഡകൾ കടന്നു വന്നപ്പോൾ, വേദനകൾ കടന്നു വന്നപ്പോൾ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് ലോകത്തറിയപ്പെട്ട പല യുക്തിവാദികളും പറഞ്ഞു പോയി, ദൈവവിശ്വാസികൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ആശ്വാസം ചെറുതല്ല കേട്ടോ. കാരെന്താ? ഇവരിങ്ങനെ വിളിക്കാൻ തോന്നുക, പക്ഷെ വിളിക്കാൻ പറ്റില്ലല്ലോ. ദൈവമേ എന്നൊന്ന് വിളിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ റബ്ബേ എന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷേ വിളിക്കാൻ കഴിയുന്ന യുക്തിവാദിക്ക് അവരുടെ വേദന സഹിച്ചിട്ടവൻ പറയാണെന്ത്? ഈ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശ്വാസം ഉണ്ടല്ലോ, അത് ചെറുതല്ല. ഇത് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ അറിയപ്പെട്ട യുക്തിവാദിയായിരുന്നു ആര്? നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ അല്ലേ? അറിയപ്പെട്ട യുക്തിവാദിയായിരുന്നു, ദൈവനിഷേധിയായിരുന്നു, അറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർക്സിസം, പ്രത്യയശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാർക്സിസം അംഗീകരിച്ച ആളാണ് ഇ കെ നയനാർ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള ഒരു പ്രസ് ക്ലബിൽ ഒരിക്കൽ വന്നു. പത്രക്കാർ അദ്ദേഹത്തെ നേരിട്ടു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകന്റെ പേരിലും മരുമകന്റെ പേരിലും ഒരു ആരോപണം ഉണ്ടായിരുന്നു. ആ ആരോപണത്തെ സംബന്ധിച്ച് പത്രക്കാരിങ്ങനെ തിരിച്ചും മറിച്ച് ഇയാളോട് ചോദിക്കാൻ തുടങ്ങി. നയനാരല്ലേ? സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ആദ്യം പത്രക്കാരെ നേരിട്ടിട്ട് പറഞ്ഞു, ഞാനും പഴയൊരു പത്രക്കാരനാണ്, ഞാനും കുറെ കാലം ഈ കോലും പിടിച്ച് നടന്ന ആളാ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വരട്ടാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പത്രക്കാർ വിട്ടില്ല, വീണ്ടും 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 ഒന്നിനു പുറകെ ഒന്നായി മകന്റെ പേരിലും മരുമകന്റെ പേരിലും ഇങ്ങനെ ആരോപണങ്ങൾ പത്രക്കാരിങ്ങനെ അടിച്ചു വിടാൻ തുടങ്ങിയപ്പോ ഗദ്ഗദനായ നയനാര് പറഞ്ഞു, എന്റെ പേരിലും എന്റെ മകന്റെ പേരിലും എന്റെ മരുമകന്റെ പേരിലും ആരോപണം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. എന്താ? ഇതൊക്കെ കാണുന്ന ഒരാൾ മുകളിലുണ്ട്. ഇത് കേട്ടപ്പോ പത്രക്കാർ പൊട്ടിച്ചിരിച്ചു പോയി. പത്രക്കാർ ഇത് കേട്ട് ചിരിച്ചപ്പോഴാണ് നയനാർ, ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ ഒരു പത്രക്കാർ ചിരിക്കണ് എന്ന് നയനാർ ചിന്തിച്ചത്. പിന്നെ ആ മൂപ്പർക്ക് മനസ്സിലായത് എന്ത്? എടാ, ഞാനൊരു യുക്തിവാദിയാണല്ലോ, ഞാനത് പറയാൻ പാടില്ലല്ലോ, ഞാനൊരു ദൈവനിഷേധിയാണല്ലോ, അത് പറയാൻ പാടില്ലെന്നും പിന്നെ മൂപ്പർ ചിന്തിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ദൈവനിഷേധിയുടെ യുക്തിവാദിയുടെ അവസ്ഥയാണ്. യുക്തിവാദിയുടെ അവസ്ഥ അവർ മഹാസമ്മേളനങ്ങൾ നടത്തും, എന്നിട്ട് വീട്ടിൽ നിറങ്ങണേ, ദൈവമേ അവിടെ എത്തിച്ചേക്കണേ പറഞ്ഞിട്ടാണ് യുക്തിവാദി സമ്മേളനത്തിന് യുക്തിവാദി വീട്ടിൽ നിറങ്ങണേ, ദൈവമേ എന്നെ അവിടെ എത്തിച്ചേക്കണേ ഉണ്ടോ? അപ്പോ യഥാർത്ഥ ഇലാഹിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല, അള്ളാഹിനെ നിഷേധിക്കാൻ ഒരു മനുഷ്യനെ കഴിയില്ല, ഒരു പടപ്പിനും കഴിയില്ല. അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ടെന്ന് പറയലാണോ? അല്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെന്താണ് അള്ളാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ? ഐ ഇലാ ഇബാദത്തില്ലാഹി വഹദ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ വിളിക്കൂ, അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് ജനങ്ങളെ വിളിക്കൂ. അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് ജനങ്ങളോട് പറയൂ. അത് പറയുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്ന വേറെ ആരാണുള്ളത്? ഖുർആൻ ചോദിക്കുകയാണ്. കാരണം ഈ വിളി കേട്ടിട്ട് ഒരു മനുഷ്യന് ഉത്തരം കിട്ടിയാൽ
ഒരു മനുഷ്യൻ അതിന് ഉത്തരം നൽകിയാൽ അവന് കിട്ടാനുള്ളത് സ്വർഗമാണ്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടുന്ന ആദർശമാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന വേറെ ആരുണ്ട്? അതുകൊണ്ട് ആ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനായ ഒരു മനുഷ്യനോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ലഖ്നു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലഖ്നു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരണാസന്നനായ ഒരു മനുഷ്യന്റെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഒരാൾ മരിക്കുന്ന അവസ്ഥയില, സക്രാത്തിന്റെ ഹാലിലാണ്, വല്ലാത്ത ബേജാറാണ്, വേദനിക്കുന്ന, ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന ആ സക്രാത്തിന്റെ ഹാലിൽ കഴിയുന്ന മനുഷ്യന്റെ സമീപത്ത് നിങ്ങൾ പോയിരുന്നാൽ പോലും അവനോട് പോലും പറയണമെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. കാര്യം എന്താ? മങ്കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. മോക്ഷം മനുഷ്യൻ അവിടുന്ന് കിട്ടുക, രക്ഷ മനുഷ്യൻ അവിടുന്ന് കിട്ടുക. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് രക്ഷ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് മോക്ഷം. അതുകൊണ്ട് തന്നെ മരണാസന്നനായ ഒരു മനുഷ്യന്റെ സമീപത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് പോലും പറഞ്ഞു കൊടുക്കണേ. ചില ആളുകൾ പറഞ്ഞെന്താ അവര് പറയാണ്, വിശക്കുന്ന വയറിനോട് തൗഹീദ് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ചില സാധുക്കൾ ചോദിച്ചതാണ്, എന്താണ് വിശക്കുന്ന വയറിനോട് തൗഹീദ് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് എന്തെടുക്ക? അരി വാങ്ങിക്കൊടുക്കാം, പയർ വാങ്ങിക്കൊടുക്കാം, പഞ്ചസാര വാങ്ങിക്കൊടുക്കാം ആളുകൾക്ക്. അവർ വിശപ്പ് മാറ്റാം, എന്നിട്ട് എന്തെടുക്കാം? തൗഹീദ് പറയാന്നാ. മനസ്സിലായോ? അതുകൊണ്ട് അരി വാങ്ങിക്കൊടുക്കാനും പയർ വാങ്ങിക്കൊടുക്കുവാനും പഞ്ചസാര വാങ്ങിക്കൊടുക്കുവാനും നമ്മൾ ഒരുങ്ങി പുറപ്പെടണം. എന്നിട്ട് ആദ്യം ഒരു ബിഡ് മേക്കിംഗ് നടത്തണം, ഒരു പാലം കെട്ടണം. അങ്ങനെ പാലം കെട്ടി പതുക്കെ 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 ഒരു ദിവസം ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, ചെറുക്കുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചായ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം, മൂപ്പര് എനിക്കൊരു ചായ വാങ്ങി തന്നു. പിറ്റേന്ന് വിളിക്കണ്ട് ഒരു ബിരിയാണി വാങ്ങിക്കൊടുക്കുക. ആഹാ, ഇന്നലെ ചായയാണ്, ഇന്ന് ബിരിയാണിയാണ്. അപ്പൊ കുറെ കൂടെ ഇങ്ങനെ അടുത്ത് വരുന്ന, അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരുമ്പോ പിന്നെ ഒരിക്കലും ഇങ്ങനെ പതുക്കെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് തൗഹീദ് പറയേണ്ടത് എന്നാണ് ചില സാധുക്കൾ മനസ്സിലാക്കിയത്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരി കൊടുത്തിട്ടല്ല തൗഹീദ് പറഞ്ഞത്. പ്രവാചകന് കഴിക്കാൻ അരി തന്നെ ഉണ്ടായിരുന്നില്ല. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് പ്രവാചകൻ തൗഹീദ് പറഞ്ഞത്. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് പ്രവാചകൻ തൗഹീദ് പറഞ്ഞത്. പ്രവാചകന്റെ സഹാബത്ത് ഖന്തക്കിന്റെ കിടങ്ങ് കീറിയത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാണ്. അവർക്ക് കഴിക്കാൻ പോലുമുള്ള അന്നമില്ല, കഴിക്കാനുള്ള ഭക്ഷണമില്ല, പട്ടിണി കിടന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അതേ പ്രവാചകൻ തന്നെ പറഞ്ഞു, മരിക്കുന്നൊരു മനുഷ്യന്റെ സമീപത്ത് ചെന്നാൽ പോലും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ആദ്യം അത് പറയണ്ട, ബാക്കി പിന്നെ പറയാം. ചായ അരിയും പഞ്ചസാരയൊക്കെ പിന്നെ അതൊക്കെ വേറെ കൊടുക്കും, ഒരു പ്രശ്നമില്ല, കൊടുക്കണല്ലൊരു ബേജാറില്ല. പക്ഷേ ആദ്യം ഇത് എന്ത്? തൗഹീദ്. കാര്യം എപ്പോഴാ മരിക്കണതെന്ന് അറിഞ്ഞൂടല്ലോ. മരിക്കുന്നതിന് മുമ്പ് കിട്ടേണ്ട സാധനം ഇത്, മരിക്കുന്നതിന് മുമ്പ് ലഭിക്കേണ്ട സാധനമാണിത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കൂ. എന്നാൽ ലോകത്ത് ശൈത്വാൻ ഏറ്റവും ദേഷ്യമുള്ള കാര്യവും ഇത് തന്നെയാണ്. ഇത് തൗഹീദാണ്. ശൈത്താൻ മനുഷ്യരെ ആദ്യമായി പിഴപ്പിക്കുന്നത് എവിടെ? തൗഹീദിലാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു ഖുത്ബ, ഇയാദ് ബിൻ ഹിമാർ അൽ മുജാശിഇ എന്ന് പറയുന്ന സഹാബി, ആ മുജാശിഇ എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ദാത്ത യൗമിൻ ഫീ ഖുത്ബതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് നബി ഒരു ഖുത്ബ നടത്തുകയാണ്, പ്രസംഗം നടത്തുകയാണ്. ആ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ ഇന്ന റബ്ബി അമറനി അൻ ഉഅല്ലിമകും മാ ജഹിൽതും മിമ്മാ അല്ലമനി യൗമി. അല്ലാഹ് എനിക്ക് ഇന്ന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്കല്ല ഇന്ന് പഠിപ്പിച്ചു തന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ അല്ലാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹ് എനിക്ക് ഇന്നത്തെ ദിവസം പഠിപ്പിച്ചു തന്നത്? ഹാദാ കുല്ലു മാലിൻ നഹൽതുഹു അബദൻ ഹലാൽ. ഞാൻ എൻ്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള ധനം, ആ ധനം മുഴുവനും അവർക്ക് ഹലാലാണ്. വഇന്നി ഖലഖതു ഇബാദി ഹുനഫാഅ കുല്ലഹും. ഞാൻ എൻ്റെ അടിമകളെ സൃഷ്ടിച്ചത്, ആദമിന്റെ മക്കളെ അവരെ മുഴുവനെയും ഞാൻ സൃഷ്ടിച്ചത് ഋജുമാനസനായ നിലയിലാണ്, കാപട്യമില്ലാതെയാണ്, കളവില്ലാതെയാണ്, വഞ്ചനയില്ലാതെയാണ്. ലോകത്തെ ഏതൊരു കുട്ടി പിറന്നാലും നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? കേരളത്തിലെ കുട്ടിയെ നോക്കിയാലും ആ കുട്ടി ചിരിക്കും, ആ ചിരിക്കൊരു ഓമനത്തുണ്ടാവും. അമേരിക്കയിൽ ഒരു കുട്ടി ചിരിച്ചാലും ആ കുട്ടിയും ചിരിക്കും, ആ ചിരിക്കൊരു ഓമനത്തുണ്ടാവും, അതിന് കളങ്കണ്ടാവൂല. ലോകത്തെ ഏത് കോണിലെ കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് വഞ്ചനയില്ല, ചതിയില്ല, നിഫാക്കില്ല, കാപട്യമില്ല.
അള്ളാഹു പറയുകയാണ്, തീർച്ചയായും വഇന്നി ഖലഖതു ഇബാദി, ഞാൻ എന്റെ അടിമകളെ സൃഷ്ടിച്ചു ഹുനഫാഅ, ഋജുമാനസരായ നിലയിൽ, കുല്ലഹും, അവരെ മുഴുവനെയും, വഇന്നഹും അതതുഹുമുശ് ശയാത്തീൻ, അങ്ങനെ എന്റെ അടിമകളുടെ അടുക്കൽ പിശാച് വന്നു, ശൈത്താൻ വന്നു. ശൈത്താൻ വന്നിട്ട് ഫജ്താലതുഹും അൻ ദീനിഹിം, അവരെ അവരുടെ മതത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. വഹറമത് അലൈഹിം മാ അഹലൽതു ലഹും, ഞാൻ അവർക്ക് അനുവദിച്ചു കൊടുത്തതിനെ ആ പിശാച് അവർക്ക് നിഷിദ്ധമാക്കുകയും, വഅമറതുഹും അയ്യുശ്രികൂ ബിമാ ലം ഉൻസിൽ ബിഹി സുൽത്താന, ഞാനൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് എന്നിൽ ശിർക്ക് വെക്കുവാൻ, എന്നിൽ പങ്കുചേർക്കുവാൻ ശൈത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, പിശാചാണ് തൗഹീദിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞത്. കാരണം എന്താ? ശൈത്താൻ എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ശൈത്താൻ മനുഷ്യന്റെ ആജന്മ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ശാശ്വതമായ നരകം വാങ്ങിക്കൊടുക്കാൻ തൗഹീദിൽ നിന്ന് ശൈത്താൻ മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞു. ലോകത്തെല്ലായിടത്തും മനുഷ്യൻ ആദ്യം തെറ്റിപ്പോകുന്നത് എവിടുന്നാണ്? തൗഹീദിൽ നിന്നാണ്. തൗഹീദിൽ നിന്നാണ്. ആ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയാലാണ് ആർക്കൊരു പ്രശ്നമില്ലല്ലോ. നമുക്കിപ്പോൾ നാട്ടിലൊരു കള്ളുകുടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. കള്ളുകുടിയനായ ഒരാൾ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കള്ളുകുടിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വല്ലാത്ത ബേജാറാ അല്ലേ? ഒരാൾ വ്യഭിചരിക്കും എന്ന് പറഞ്ഞാൽ അത് മഹാമോശമാണ് എന്ന് പറയും അല്ലേ? ഒരാൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കേട്ടോ, ശൈത്താനത് തോന്നിപ്പിക്കുകയാണ് ഇവനെ. അത് ചെറിയ കാര്യം, വലിയ കാര്യമൊന്നുമില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എളുപ്പമാണ് ആളുകൾക്കിടയിലേക്ക് ശിർക്ക് ശൈത്താൻ കടത്തിക്കൊണ്ടുവരിക. എളുപ്പമാണ്, പെട്ടെന്നാണ് ശിർക്ക് മനുഷ്യനിലേക്ക് കടന്നു വരിക. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ അങ്ങനെയാണ്. ശൈത്താൻ സമീപിച്ചിട്ട് ശിർക്ക് ചെയ്യുവാനുള്ള പ്രേരണ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അവർക്ക്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണലാരുണ്യത്തിൽ കടന്നു വരുമ്പോ നിരവധി ആളുകൾ അവർ ശിർക്ക് ചെയ്യുകയാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനാ വഴിപാടുകൾ അത് സൃഷ്ടികൾക്ക്, പടപ്പുകൾക്ക് നൽകുകയാണ്. ഒരുപാട് വിഗ്രഹങ്ങൾ. എത്രത്തോളം? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹ് പറഞ്ഞ, ലോകത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ പണി കഴിപ്പിച്ച അല്ലാഹുവിന്റെ ഭവനമായ വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ പോലും വിഗ്രഹങ്ങൾ വെച്ച് അവർ ആരാധിക്കുകയാണ്. ആ വിഗ്രഹങ്ങൾ എവിടുന്നാ കടന്നു വന്നത്? മഹാനായ അതാ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സാറത്തിൽ ഔസാനുല്ലത്തി കാനത് ഫീ ഖൗമി നൂഹിൻ ഫിൽ അറബ്, പഴയ കാലഘട്ടത്തിൽ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് പിന്നെ അറബികൾ അത് ഏറ്റെടുത്തത്. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽ എങ്ങനെ ശിർക്ക് വന്നത്? അവർക്കിടയിൽ ജീവിച്ച കുറച്ച് സാലിഹ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സാലിഹ്യങ്ങളുടെ പേര് ഖുർആൻ എടുത്തു പറഞ്ഞു. എന്താണ് ആ സാലിഹ്യങ്ങളുടെ പേര്? ആ സാലിഹ്യങ്ങളുടെ പേരെന്താ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ആ കാലഘട്ടത്തിലെ പ്രധാനികൾ അവർ ഘടനം നടത്തുമ്പോ, വാദപ്രതിവാദം നടത്തുമ്പോ ജനങ്ങളോട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എതിരാളികൾ പറയുകയാണെന്ത്? വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊത വയഊക വനസ്റ. ഓ ജനങ്ങളെ, നൂഹിന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വദ്ദിനെ ഉപേക്ഷിക്കരുത്, യഊസിനെ ഉപേക്ഷിക്കരുത്, നസ്റിനെ ഉപേക്ഷിക്കരുത്, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാമൂർത്തികളെ ഉപേക്ഷിക്കരുത്. നൂഹ് പലതും പറയും. ഒരു സുഖമില്ല എന്ന് പറഞ്ഞു, മജ്നൂനാണ്, ഭ്രാന്തനാണ്, അത് കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഇവരൊന്നും വിട്ടേക്കല്ലേ എന്നിങ്ങനെ ഇവർ വാതു പറഞ്ഞു. എന്നാ ആരാണ് ഈ വദ്? ആരാ സുവാ? ആരാ യൗസ്? ആരാ യഊക്ക്? ആരാ നസ്ർ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ജനതയിൽ ജീവിച്ച കുറച്ച് സ്വാലിഹീങ്ങളുടെ പേരാണ് ഈ പറഞ്ഞത്. നൂഹ് നബിയുടെ ജനതയിൽ ജീവിച്ച കുറച്ച് സ്വാലിഹീങ്ങളുടെ പേരാണ്. ഫലമ്മാ ഹലകു, ആ സ്വാലിഹീങ്ങളായ മനുഷ്യർ മരിച്ചപ്പോൾ, ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ശൈത്താൻ വന്നിട്ട് ആ ജനതക്ക് വഹി കൊടുക്കാണ്. എന്താ വഹി? അൻസിബു ഇലാ മജാലിസിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബ, ഈ നല്ല മനുഷ്യർ, ആ മനുഷ്യരെ ലോകം മറക്കാൻ പാടില്ല. അതുകൊണ്ട് അവരിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ സ്തൂപങ്ങൾ ഉണ്ടാക്കൂ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കൂ, സ്റ്റാച്യൂസുകൾ ഉണ്ടാക്കൂ, അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാനാണ്. കാര്യം എന്താ? അവരെ മറക്കാൻ പാടില്ല. അങ്ങനെ അവരത് ഉണ്ടാക്കി. ഫഫഅലു, ശൈത്താൻ പറഞ്ഞു കേട്ടിട്ട് അവർ സ്തൂപങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഫലം തുഴബദ്, ഒരാളും അതിനെ ആരാധിച്ചില്ല, ആരാധിക്കുണ്ടാക്കിയതല്ല. നമ്മുടെ നാട്ടിലെ ഗാന്ധിജിയുടെ പ്രതിമ ഇല്ലേ, EMSന്റെ പ്രതിമ ഇല്ലേ, അതുപോലെ തന്നെ പ്രിയദർശിനിയുടെ പ്രതിമയില്ലേ, എന്തിനാ ഉണ്ടാക്കിയത്? ആരാധിക്കാനാ? അല്ല, ഓർക്കാൻ. പക്ഷേ അത് പലപ്പോഴും കാക്കയുടെ കക്കൂസാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിമകൾ, സ്തൂപങ്ങൾ, സ്തംഭങ്ങൾ, അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. എന്തിനാ ഉണ്ടാക്കിയത്? എന്തിനാ?
ഓർക്കാനാണ്, സ്മരിക്കാനാണ്. ഇതുപോലെ ആ ജനത ഈ 5 ആളുകളുടെ സ്തൂപങ്ങൾ ഉണ്ടാക്കി, പ്രതിമകൾ ഉണ്ടാക്കി. പക്ഷേ ഫലം തൊഴുബത്, ആരും അതിനെ ആരാധിച്ചില്ല. ആ ജനത അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ ജനത അങ്ങ് പോയി കഴിഞ്ഞപ്പോ ശൈത്താൻ വന്നവരുടെ മനസ്സിനെ മന്ത്രിച്ചു. ശൈത്താൻ അവരുടെ മനസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ല, എത്ര മനുഷ്യർ ഇവിടെ ജീവിച്ചു അല്ലേ? ഒരുപാട് മനുഷ്യന്മാരിവിടെ ജീവിച്ചു. അവരുടെ ആരെങ്കിലും പ്രതിമ ഉണ്ടോ? ഇല്ല. എന്ത് ഈ 5 ആളുകൾ മാത്രം ഉണ്ടാക്കി വെച്ച ഇവിടെ ഉപ്പൂപ്പ? ഇവിടെ ഉപ്പൂപ്പ മോശമല്ലല്ലോ, അല്ല. അപ്പൊ അവരെന്താ ഈ 5 ആളുകളുടെ പ്രതിമ മാത്രം ഉണ്ടാക്കിയത്? ഇവരാൾക്കാർ മോശക്കാരല്ല. അങ്ങനെ അടുത്ത തലമുറ അതിനെ ആരാധിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ചൊക്കെ, ശിർക്ക് അങ്ങനെയാ, ദുർബലാണ്. ശിർക്ക് ദുർബല. ഖുർആൻ അതുകൊണ്ടാ പറയുന്നത്. എന്ത്? അള്ളാഹു നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്, ഉപമ പറഞ്ഞു തരികയാണ്. എന്താ ഉപമ? ഫസ്തമിഉ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഉപമ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ശിർക്കിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അത് കബൈത്തിൽ അങ്കബൂത്ത്, 8 കാലി വല പോലെയാണ്, 8 കാലിയുടെ വീട് പോലെയാണ്. അത്ര ദുർബലാണ്. ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്, വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് 8 കാലിയുടെ വീടാണ്. ഖുർആൻ പറയാണ് 2 കാര്യം വേണ്ടിയിട്ടാണ് 8 കാലി വല കിട്ടുക. ഇര പിടിക്കണം, ആളെ പിടിക്കണം, അങ്ങനെ വല കിട്ടുമെന്നാണ്. പിടിക്കണം എന്തിനാ? പിടിച്ചാൽ കുടുങ്ങുകയും ചെയ്യും, കുടുങ്ങിയാൽ ഇട്ടാൽ തിന്നുകയും ചെയ്യും സാധനത്തിന്. ഇതുപോലെ ശൈത്താൻ ഇങ്ങനെ വല കിട്ടും, ശൈത്താന്റെ ആളുകൾ വല കിട്ടും, എന്നിട്ട് ആളെ പിടിക്കുന്നതാണ്, ആളെ കൊടുക്കുന്നതാണ് ഇതില്. അതിനുവേണ്ടി ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. ഇത്രമാത്രം ദുർബലമായ വലയാണ് കെട്ടിവെക്കുക. എന്നും അങ്ങനെ തന്നെയാണ്. ശിർക്കെന്ന് പറഞ്ഞാൽ ഇത്രയും ദുർബലമായ വഴിയിലൂടെയാണ് കടന്നു വരുന്നത്. അതിന് യാതൊരുവിധ തെളിവും ഉണ്ടാവുകയില്ല. ലാത്തയുടെ കാര്യം അങ്ങനെയാണ്, വദ്ദിന്റെ കാര്യം അങ്ങനെയാണ്, സുവായിന്റെ കാര്യം അങ്ങനെയാണ്, യൗസിന്റെ കാര്യം അങ്ങനെയാണ്. വിശുദ്ധമായ കഅബാലയത്തിലെ അകത്തളങ്ങളിൽ പ്രതിഷ്ഠിച്ച വലിയ വിഗ്രഹങ്ങൾ ഒന്നായിരുന്നു ലാത്ത. ലാത്ത എങ്ങനെയാണ് വിഗ്രഹമായി മാറിയത്? എങ്ങനെയാണ് ദൈവമായി മാറിയത്? എങ്ങനെയാണ് ആരാധ്യ വസ്തുവായി മാറിയത്? ലാത്ത എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്, നാട്ടിൽ ജീവിച്ച നല്ലൊരു മനുഷ്യനാണ്. ലാത്ത എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ് ലാത്ത എന്ന് പറയുന്ന ആള്? അയാള് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് പ്രത്യേകതരം അലീസ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. നല്ല മനുഷ്യനാണ്. മൂപ്പർക്ക് ഒരുപാട് ആടുണ്ടായിരുന്നു. ആടിനെ കറക്കും മൂപ്പർ. എന്നിട്ട് ആട്ടുംപാൽ വെച്ചൊരു പ്രത്യേകതരം അലീസ ഉണ്ടാക്കും. അലീസ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക്, ഹജ്ജിന് വരുന്ന, പഴയ കാലത്ത് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഒരു കല്ലിന്റെ പുറത്തിരുന്നിട്ട് ലാത്ത ഇങ്ങനെ വിളമ്പി കൊടുക്കും. പിന്നെ അലീസ കഴിച്ചാൽ ഫലാ യശ്റബു മിൻഹു അഹദുൻ ഇല്ലാ സമീനാന, അത് കഴിച്ചാൽ എല്ലാവരും ഇങ്ങനെ വണ്ണം വെക്കും, നല്ല പുഷ്ടി ഉണ്ടാവും, നല്ലൊരു പ്രത്യേകതരം അലീസയാണ്. അത് കഴിക്കുമായിരുന്നു ആളുകൾ. ഒരു കല്ലിന്റെ പുറത്ത് മൂപ്പർ ഇങ്ങനെ കുറെ കാലം കോരി കൊടുത്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ലാത്ത മരിച്ചുപോയി. ലാത്ത മരിച്ചപ്പോൾ ആളുകൾ കൊണ്ടുപോയി കബറടക്കി. ദിവസങ്ങളൊന്നിനു പുറകെ ഒന്നായി കൊഴിഞ്ഞുപോയി. ലാത്ത അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോ, ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാൾ അതിലെ വന്നു. അയാളുടെ പേര് അംർ ഇബ്നു ലുഹൈ എന്നാണ്. അയാളുടെ പേര് അംർ ഇബ്നു ലുഹൈ. ഇബ്നു ഹജർ ഫത്തുൽ ബാരി പറയുന്നത് കാണാം. അംർ ഇബ്നു ലുഹൈ എന്ന് പറഞ്ഞ ആൾ അതിലെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഹൈനൽ ലാത്ത, ലാത്ത ഇവിടെ പോയി? ലാത്തയെ കാണില്ലല്ലോ. മൂപ്പര് അലീസ അടിക്കാൻ വന്നായിരിക്കും. അപ്പൊ മൂപ്പര് ചോദിച്ചു, ഹൈനൽ ലാത്ത, ലാത്തയെ കാണില്ല, ലാത്ത എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ലാത്ത യമൂത്ത്, ലാത്ത മരിച്ചുപോയി എന്ന് പറഞ്ഞു. ലാത്ത മരിച്ചുപോയി. അപ്പൊ ഇയാൾ ചോദിക്കും, ലാത്ത മരിച്ചുപോയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ലാത്ത മരിക്കേ? ഏയ്, അതുണ്ടാവൂല. ലാത്ത ലം യമൂത്ത്, ലാത്ത മരിക്കൂല. ഇയാൾ പറയാ, ആര്? അംർ ഇബ്നു ലുഹൈ പറയാണ്, ലം യമൂത്ത്, ലാത്ത മരിച്ചിട്ടില്ല, മരിക്കൂല. ലാത്ത മരിക്കൂല എന്ന് പറയും. അപ്പൊ ആൾക്കാർ ചോദിച്ചു, പിന്നെ ലാത്തോടെ പോയി? ലാത്ത മരിച്ചില്ലെങ്കിൽ പിന്നെ ലാത്തോടെ പോയി? അപ്പൊ ഈ ജാഹിൽ പറയാണ്, എന്താ പറഞ്ഞതറിയോ? ലാത്ത യദ്ഖുലു ഇല സഹറ, ഈ കല്ലിനുള്ളിലേക്ക് കയറിപ്പോയതാണ്. ലാത്ത ഇരുന്ന കല്ലിന് ചൂണ്ടിയിട്ട് പറയാണ്, ഈ കല്ലിനുള്ളിലേക്ക് കയറിപ്പോയതാണെന്ന്. അന്ന് ജീവിച്ച മനുഷ്യർ ചിന്തിച്ചില്ല. ലാത്ത എങ്ങനെ കല്ലിനുള്ളിൽ കയറല്? കല്ലിനുള്ളിൽ കയറണമെങ്കിൽ കല്ലിന് ഹോള് വേണം. ആ ഹോള് ലാത്തയേക്കാൾ വലുതാകണം, അല്ലെങ്കിൽ ലാത്ത ചെറുതാകണം. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കല്ലിനുള്ളിലേക്ക് ലാത്ത കയറി പോവുക എന്നീ മനുഷ്യർ ചിന്തിച്ചില്ല. ആളുകൂടെ തന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങി, കൈകൂപ്പി ആ കല്ലിന് മുന്നിൽ നിൽക്കാൻ തുടങ്ങിയെന്ന. ഉടൻ തന്നെ കെട്ടിടമൊക്കെ ഉണ്ടാക്കി പിരിവൊക്കെ നടത്തിയിട്ട് വലിയ സ്ഥാപനമാക്കി മാറ്റിയിട്ട് ഉടൻ തന്നെ ആരാധന തുടങ്ങി. അങ്ങനെയാണ് ലാത്ത എന്ന വിഗ്രഹം ഉണ്ടായത്. മാന്യ സഹോദരങ്ങളെ, എന്താ അസ്ലും ഫസ്ലുള്ളത്? ഈ ആരാധനക്ക് എന്താ അടിസ്ഥാനം ഉള്ളത്? ഒരടിസ്ഥാനമില്ല. ഇത്രയും ലളിതമായി ശിർക്ക് മനുഷ്യരിലേക്ക് കടന്നു വരുന്നതാണ്. ഇതിനെതിരെയാണ് പ്രവാചകന്മാർ സംസാരിച്ചു. നിങ്ങൾ ആലോചിക്കൂ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് കൊടുക്കേണ്ടത് ആർക്ക് കൊടുക്കേണ്ടത്? ഒരു കല്ലിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുക, ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കാണ്, ഒരു മൃഗത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എലി ആരാധിക്കുന്നവരുണ്ട്, പശുവിനെ പൂജിക്കുന്നവരുണ്ട്,
മരത്തിന് പാവാട ഉടുപ്പിക്കുന്നവരുണ്ട്, പനക്ക് പാവാട ഉടുപ്പിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? എന്തേ പനക്ക് നാണം വന്നിട്ടാ? അല്ല, പനക്ക് ദിവ്യത്വം കൽപ്പിച്ചിട്ട് അതിന് മുന്നിൽ പോയി തൊഴുതിക്കാണ്. ആർക്ക് കൊടുക്കണത്? ആർക്ക് കൊടുക്കണത്? മരത്തിന്, കല്ലിന്. നിന്റെ ഭാര്യ നിനക്ക് അന്യസ്ത്രീ ആയിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ നിന്റെ ഭാര്യയായത്? ആ ഭാര്യ നിന്റേതായത് എപ്പോഴാണ്? ആ പെണ്ണിന്റെ വലിയ നിന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് ഏൽപ്പിച്ചു വന്നപ്പോഴാണ് അല്ലേ? അന്ന് മുതലല്ലേ അവൾക്ക് നീ ചെലവിന് കൊടുക്കാൻ തുടങ്ങിയത്? അതെ. അന്ന് മുതലല്ലേ അവളുടെ ഭക്ഷണകാര്യം അന്വേഷിച്ചത്? അതെ. ശരി, അവൾക്ക് നിന്റെ മേലൊരു അവകാശമില്ലേ? ഉണ്ട് അല്ലേ? നിനക്ക് മാത്രം അവകാശപ്പെട്ട ആ കാര്യം അവൾ മറ്റൊരുത്തിന് കൊടുത്താൽ നീ സഹിക്കോ? 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 ഇല്ല. അത് സഹിക്കാത്തത് അതെനിക്ക് മാത്രം തരേണ്ടതാണെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അങ്ങനെയാണ്. അപ്പൊ അതെനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലേ? എങ്കിൽ നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിച്ച റബ്ബ്, ആ റബ്ബ് പറയാണ് അവന് മാത്രം കൊടുക്കേണ്ടത്, അത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. മറ്റാർക്കും കൊടുക്കാൻ പാടില്ല അല്ല പറയാ. കൊടുത്താൽ അള്ളാഹ് സഹിക്കൂലെന്ന് പറയും. സഹിക്കൂലെന്നാ. അതിന് ഖുർആൻ നിങ്ങൾ നോക്കിക്കോ. അള്ളാഹു വ്യഭിചാരിയെയും മുശ്രിക്കിനെ ഒന്നിച്ചാ പറയല്ലേ? വ്യഭിചാരി എന്ന് പറയുമ്പോ മുശ്രിക്കിനെ ഒന്നിച്ചാ പറയല്ലേ? വ്യഭിചാരിയെ പറയുമ്പോ മുശ്രിക്കിനെ പറയാണ്. എന്താ പറയുന്നത്? ഒരു വ്യഭിചാരിയായ പുരുഷൻ ഒരു വ്യഭിചാരിയായ പുരുഷന് യോജിച്ച പെണ്ണ് ഒന്നുകിൽ വ്യഭിചാരിണിയായ പെണ്ണായിരിക്കണം. വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ, വ്യഭിചാരിയായ ഒരു മനുഷ്യന് യോജിച്ച പെണ്ണാരാ? ഒന്നുകിൽ വ്യഭിചരിക്കുന്ന പെണ്ണായിരിക്കണം, അതല്ലെങ്കിലോ ഔ മുശ്രിക്ക, ശിർക്ക് ചെയ്യുന്ന പെണ്ണാണ്. ഉണ്ടോ? വ്യഭിചാരിയായ ഒരു പുരുഷന് യോജിച്ച പെണ്ണ് ഒന്നുകിൽ വ്യഭിചരിക്കുന്ന പെണ്ണോ അല്ലെങ്കിൽ മുശ്രിക്കത്തായ പെണ്ണോ ആണ്. അതെന്താ? രണ്ടുപേരും അവകാശപ്പെട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണതാ. ഭർത്താവിന് അവകാശപ്പെട്ടത് മറ്റൊരുത്തിന് കൊടുക്കുകയാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. രണ്ടും വഞ്ചനയാണ്, ചതിയാണ്. വ്യഭിചാരിണിയായ ഒരു പെണ്ണിന് യോജിച്ചത് വ്യഭിചാരിയായ പുരുഷനാണ്, അല്ലെങ്കിൽ മുശ്രിക്കായ ഒരു പുരുഷനാണ്. ഖുർആൻ പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടും ഒന്നിച്ചാ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് കല്ലിനും മരത്തിനും മുള്ളിനും മൂർക്കമ്പാമ്പിനും നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ വമൻ യുശ്രിക് ബില്ലാഹ്. ഒരു മനുഷ്യനെ അള്ളാഹുവിൽ പങ്കുചേർത്താൽ, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ, അള്ളാഹുവിന് അവകാശപ്പെട്ടത് ആരെങ്കിലും മറ്റൊരുത്തന് കൊടുത്താൽ ഒരിക്കലും അള്ളാഹു അത് പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ, അതിന് കീഴെയുള്ള പാപങ്ങളാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. പക്ഷെ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെ ഒരുത്തൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ഇല്ല, അള്ളാഹു ഒരു തരത്തിലും അവന് മാപ്പ് കൊടുക്കൂല. മുശ്രിക്കിന് അല്ലാഹു മാപ്പ് കൊടുക്കൂല. അതാണ് ഖുർആൻ പറയണ. അത്ര കണിശമാണ് മാന്യ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതൊരു മനുഷ്യരുണ്ടോ അവന് മാത്രമാണ് രക്ഷയുള്ളത്, വിജയമുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിനെ സമർപ്പിക്കാനുള്ളത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ് ആര്? മുസ്ലിമീങ്ങൾ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയും നമുക്കൊരു താക്കീത് നൽകുകയാണ്. എന്താ നബി പറഞ്ഞത്? നബി എന്താ പറഞ്ഞത്? ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കില്ല, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിക്കാതെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത്? എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിക്കാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. വഹത്താ യഅബുദുൽ ഔസാൻ, എന്റെ ഉമ്മത്തിൽ ഒരു സംഘം ആളുകൾ വിഗ്രഹാരാധന നടത്താതെ ലോകാവസാനം സംഭവിക്കുകയില്ല. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എന്റെ ഉമ്മത്ത്, ആ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരു സംഘം ആളുകൾ വിഗ്രഹാരാധന നടത്താതെ ലോകാവസാനം സംഭവിക്കുകയില്ല. മാത്രമല്ല വീണ്ടും പ്രവാചകൻ പറഞ്ഞു, വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി 30 കദ്ദാബൂന കുല്ലുഹും യസഅമു അന്നഹു നബിയ്യുൻ വഅന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി.
എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തീർച്ചയായും എന്റെ ഉമ്മത്തിൽ ഏകദേശം 30ഓളം വരുന്ന ആളുകൾ വരും. ആ 30 ആളുകളുടെ പ്രത്യേകത കുല്ലുഹും യസമു അന്നഹു നബിയ്യുൻ. ആ 30 ആളും പറയും ഞാൻ നബിയാണ്, ഞാൻ നബിയാണ്, ഞാൻ നബിയാണ് എന്ന് 30ഓളം വരുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ വരും. വഅന ഹാത്തമുൻ നബിയ്യിൻ ലാ നബിയ്യ ബഅദി. ഞാൻ അന്തിമ പ്രവാചകനാണ്, എനിക്ക് ശേഷം നബിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പക്ഷേ 30ഓളം കള്ളവാദികൾ വരും. നബി ജീവിച്ചിരുന്നപ്പോൾ തന്നെ വന്നു ഏതാണ്ട് 2-3 ആളുകൾ. മുസൈലിമത്തുൽ കദ്ദാബ് വന്നു, അസ്വദുൽ അൻസി വന്നു. മുഹമ്മദ് നബി പറഞ്ഞു തീർന്നതിന് മുമ്പ് ആളുകൾ തീർന്നു, തുടക്കം കുറിച്ചു. അവസാനം ഇവിടുന്ന് വന്നു അല്ലെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. അതിന് ശേഷവും പിന്നെ കുറെ ആൾക്കാർ വന്നു ഇല്ലേ. ഇങ്ങനെ കള്ള നബിമാര് വരുന്ന എന്റെ ഉമ്മത്തിൽ ഒരു സംഘം ആളുകൾ വിഗ്രഹത്തെ പൂജിക്കുമെന്നാണ്, വിഗ്രഹാരാധന നടത്തുമെന്നാണ്. മാത്രമല്ല എന്റെ ഉമ്മത്തിൽ നിന്നൊരു സംഘം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിയാകുമെന്നാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുശ്രിക്കിന്റെ അടയാളം പോലും ഉണ്ടാകാൻ പാടില്ല ശരീരത്തിൽ. ഇസ്ലാം പറഞ്ഞത്, നബി പറഞ്ഞു ഖാലിഫുൽ മുശ്രിക്കീൻ വൗഫുൽ ലിഹാ വഖസ്സു ശവാരിം. നിങ്ങൾ താടി നീട്ടിക്കോ മീശ വെട്ടിക്കോ. എന്തിനാ? ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് എതിരാകാരാ. മുശ്രിക്കീങ്ങളിൽ നിന്ന് നിങ്ങൾ എതിരാ. നിങ്ങളെ കണ്ടാൽ നിങ്ങൾ മുവഹിദാണ്. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾ മുവഹിദാണ്. അടയാളം ഉണ്ടാകണമെന്നുണ്ട്. എത്രത്തോളം ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ട് നടത്തുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? നമസ്കാരാണ്, നമസ്കാരമാണ്. പക്ഷേ ആ നമസ്കാരം 3 സമയത്ത് പാടില്ല. നമസ്കാരം നിഷിദ്ധമായ സമയമുണ്ട്. ഒന്ന് സൂര്യൻ ഉദിക്കുന്ന സമയമാണ്, മറ്റൊന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്, മൂന്നാമത്തെ സൂര്യൻ മധ്യാഹ്നത്തിലെത്തിയ സമയമാണ്. ഈ സമയത്ത് നമസ്കാരം നിഷിദ്ധമാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സമയത്താണ് സൂര്യാരാധകർ ആ സൂര്യന് സുജൂദ് ചെയ്യുന്നത്. ആ സമയത്ത് നീ അള്ളക്കാ സുജൂദ് ചെയ്യണം. പക്ഷേ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കും. അതുപോലും ഉണ്ടാകാൻ പാടില്ല, അതുപോലും പാടില്ല. ആ സമയത്തെ നിസ്കാരം തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കി. ആ സമയത്തുള്ള നിസ്കാരം വേണ്ട. കാര്യം അവിടെ ആ തസ്ബീഹ് വരും. അത്രയും കണിശമായി ഇസ്ലാം തൗഹീദ് സംരക്ഷിക്കും. നബിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്കൊരൊട്ടകത്തെ അറുക്കണം. എവിടെ വെച്ചാ? ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ ഒട്ടകത്തെ അറുത്ത് ഹദിയ ചെയ്യാൻ തീരുമാനിച്ചു. നബി ചോദിച്ചു, എന്തേ ബുവാന തിരഞ്ഞെടുക്കാൻ കാരണം? അവിടെ ജാഹിലിയത്തിലെ വല്ല ഈദും നടക്കുന്ന സ്ഥലമാണോ? അവിടെ വല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല നബി അങ്ങനൊന്നും ഇല്ല. എങ്കിൽ നീ അറുത്തോളൂ, പ്രശ്നമില്ല. ഒരു സഹാബി നബിയിലേക്ക് വന്നിട്ട് ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ദുരുദ്ദേശം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നബി ചോദിക്കാണ് തിരിച്ചിട്ട്, അല്ല അവിടെ വല്ല വിഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമാണോ? അല്ല. ജാഹിലിയത്തിൽ വല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ എന്തെങ്കിലും ഈദ് ആഘോഷം നടക്കുന്ന സ്ഥലമാണോ? അല്ല. എങ്കിൽ അറുത്തോളൂ. നബി പറയാ, കാര്യം എന്താ? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇറക്കണ്ട. അത്ര ശുദ്ധമാണ് ഇസ്ലാം. പരിപൂർണമായും തൗഹീദിന് വേണ്ടി അത്രയും ശക്തമായി നിലനിൽക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ തൗഹീദിന് വേണ്ടി വാദിക്കണ്ട, തൗഹീദിന് വേണ്ടി ജീവിക്കണ്ട, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരുവിട്ട് മരിക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലക്ക് വേണ്ടി ഷഹീദാകേണ്ട ആളുകള് അവർ തന്നെ ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമായത് പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കാണല്ലേ മാന്യ സഹോദരങ്ങളെ. ഇത് തൗഹീദിന് ഒരു വിലയില്ല, തൗഹീദിന് വിലയില്ല. തൗഹീദ് പറയുന്നവരോടും ആളുകൾക്ക് പുച്ഛമായി തോന്നി തുടങ്ങി അല്ലേ. തൗഹീദ് പറയുന്നവരോടും പുച്ഛമായി തോന്നുകയാണ്. അത് വേണ്ടതില്ല എന്ന് പറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വലിയ വിഷയമല്ല എന്നാണ്. തൗഹീദ് പറയുന്നവനോട് എതിര് പറയുക അല്ലേ മാന്യ സഹോദരങ്ങൾ. തൗഹീദ് പറയുന്നവന് മറുപടി പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. തൗഹീദ് പറയുന്നവന് മറുപടി പറയുന്ന കാലഘട്ടം. മാത്രമല്ല അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയല്ല. നിങ്ങൾ മനസ്സിലാക്കണോ? എന്താണ്? ഒരാൾ പറയാം അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുപോലും ശരിയല്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. ആരാ ഇത് പറയണത്? അള്ളാഹുവിന് മാത്രമാണ് സുജൂദ് എന്ന വാദം അത് ശരിയല്ല എന്ന് പറഞ്ഞ ആരാ? ബജ്റംഗ് ദള്ളുകാരനല്ല, RSS കാരനല്ല. അവർ ഇസ്ലാമിന്റെ പരസ്യമായ ശത്രു, അവൻ ശത്രുവാണെന്നറിയാം. പക്ഷേ തലപ്പാവ് ധരിച്ച ഇസ്ലാമിക ചിഹ്നങ്ങളെ എടുത്തെളിഞ്ഞ ആളുകൾ തന്നെ പറയുന്നത് എന്താ? സുജൂദ് അല്ലാഹ്ക്ക് മാത്രം എന്നത് ശരിയല്ല, അത് ഇബ്ലീസിന്റെ വാദമാണ്. പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രം എന്ന വാദം ശരിയല്ല, അത് ഇബ്ലീസിന്റെ വാദമാണ്. ഞാൻ എല്ലാം കൂടെ വായിച്ചു പറയണില്ല, മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം. സുജൂദ് അല്ലാഹ്ക്ക് മാത്രമെന്ന് പറഞ്ഞാലോ പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രമെന്ന് പറഞ്ഞാലോ ശരിയാവുകയില്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് തരം താഴ്ന്ന് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ ഇതൊരു പോസ്റ്ററാണ്. കഴിഞ്ഞ ദിവസം ഒരു തൗഹീദി പ്രഭാഷണം നടത്താൻ പോയപ്പോ പ്രയാസത്തോടു കൂടി ഒരു സഹോദരൻ കൊണ്ടുവന്ന് തന്ന പോസ്റ്ററാണിത്. എന്താ ഈ പോസ്റ്റർ എന്നറിയോ? അമ്മേ ശരണം, ദേവി ശരണം, വെള്ളാട്ട് മഹോത്സവം,
കയ്പമംഗലം കോഴിപ്പറമ്പിൽ ശ്രീ ചാത്തൻ സേവാ മഠം, കയ്പമംഗലം ബീച്ച്. കണ്ടോ, 2 വിഗ്രഹങ്ങളുടെ ഫോട്ടോയാണ് അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ കാണാം എപ്പോഴാ 2011 ഡിസംബർ ഈ മാസത്തിൽ 29, 30, 31 തീയതികളിൽ തീരുന്നില്ല 2012 ജനുവരി മാസം വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ അഥവാ ചാത്തൻ സേവാ മഠത്തിൽ നടക്കുന്ന പരിപാടികൾ, ആ പരിപാടികളെ സംബന്ധിച്ച് കേട്ടോളൂ. രാവിലെ 4:30 നിർമാല്യ ദർശനം, രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹവനം, തുടർന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറപ്പ്, വൈകിട്ട് 6:30 ദീപാരാധന, രാത്രി 9 മണിക്ക് അത്താഴ പൂജ, തുടർന്ന് കളിമുട്ട്, പിന്നെന്താ ജിഫായിൻ റാത്തീബ്. ജിഫായിൻ റാത്തീബ് ഞാൻ തമാശ പറയല്ല, നിങ്ങൾ ചിരിക്കേണ്ട വിഷയമല്ല ഇത്, ഞാൻ തമാശ പറഞ്ഞതല്ല. ജിഫായിൻ റാത്തീബ് ആരാ നടത്തുന്നത്? വാടാനപ്പള്ളി CG തങ്ങളുടെ നേതൃത്വത്തിൽ, CG തങ്ങളുടെ നേതൃത്വത്തിൽ റാത്തീബ് നടത്താണ്. നമ്മൾ മനസ്സിലാക്കണം മാന്യ സഹോദരങ്ങളെ, തങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതിന് ഒരു വിലയിലേക്ക്. അത് വിലയുള്ള തങ്ങൾക്കാ, വിലയില്ലാത്ത തങ്ങൾക്കല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വിലയുള്ള തങ്ങൾക്കാണ്. അതിന് മഹാനായ സ്വഹാബി സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നു. അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചപ്പോ, ആരാ സെയ്ദ് ബിൻ അർഖം, ഈ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞ ആരെന്ന് ചോദിച്ചപ്പോ മഹാനായ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഹും ആലു അലി വ ആലു ജഅഫർ വ ആലു അബ്ബാസ് വ ആലു ഉഖൈൽ. 4 കുടുംബക്കാരാ. നബിയുടെ ഭാര്യമാർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടതാണ്. അതിന് പുറമെ ജഅഫർ കുടുംബം, അബ്ബാസ് കുടുംബം, അതുപോലെ തന്നെ ഉഖൈൽ കുടുംബം, അലി കുടുംബം. ഈ 4 കുടുംബക്കാർക്കാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയാ. ഒരാൾ അഹ്ലുൽ ബൈത്ത് ആയാലോ, അഹ്ലുൽ ബൈത്ത് ആയി കഴിഞ്ഞാല് അയാൾക്ക് നഷ്ടമാണ് ദുനിയാവിൽ. കാരണം എന്താ, സക്കാത്തിന്റെ മുതൽ മൂപ്പർ കിട്ടൂല. തങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, മൂപ്പർ സക്കാത്ത് കൊടുക്കണം. അതല്ല, അദ്ദേഹം സക്കാത്തിന്റെ മുതൽ സ്വീകരിക്കാൻ പാടില്ല. അതാണ് തങ്ങളുടെ പ്രത്യേകത, അഹ്ലുൽ ബൈത്തിന്റെ പ്രത്യേകത. മാത്രമല്ല, മഹാനായ പ്രവാചകന്റെ പേരക്കുട്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നപ്പോ നടന്നിങ്ങനെ വരുമ്പോ വഴിയിലൊരു കാരക്ക കണ്ടു, എടുത്ത് വായിലേക്ക് ഇട്ടു. നബി എന്നിങ്ങനെ നോക്കിക്കാണ്. ഒരു കാരക്കയുടെ ചീലെടുത്ത് വായിലേക്ക് ഇട്ടപ്പോ നബി പറഞ്ഞു, കഹ് കഹ് ഇർമി ബിഹാ, മോനെ തുപ്പിക്കള തുപ്പിക്കള, നീ തിന്നണ്ട, അത് എറിഞ്ഞുകള. കാരണം എന്താ, നീ തങ്ങളൂട്ടിയാ, ഈ മറ്റുള്ളവരെ പോലല്ല. ഹറാമിന്റെ ഒരു കാരക്ക ചീള് പോലും നിന്റെ നാവിട്ട് താഴേക്ക് ഇറങ്ങരുത്. അത്ര കണിശതയുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ അഹ്ലുൽ ബൈത്തിന്റെ പേര് വെച്ചിട്ട് അമ്പലത്തില് ജിഫായി റാത്തീബ് നടത്താൻ ഒരു സമൂഹം, അല്ലെങ്കിൽ അതിന് തയ്യാറുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് വരുമ്പോൾ മുസ്ലിമീങ്ങളെ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. മഹാനായ മുഹമ്മദ് നബി 114 മുമ്പ് പറയുകയാണ്, എന്താ പറഞ്ഞത്? ലാ തഖൂമു സ്സാ, ലോകാവസാനം സംഭവിക്കുകയില്ല, ഹത്താ തൽഹക ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ ഒരു സംഘം ആളുകൾ മുശ്രിക്കുകളുമായി സന്ധിച്ചിട്ടല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. ആളുകൾ ഇപ്പൊ അതൊരു ഫാഷനാണ്, അതൊരു മതസൗഹാർദ്ദ പറയുന്നത്. എങ്ങനെ ഈ ശിർക്കിന്റെ ആലയങ്ങളിൽ ചെല്ലുക, എന്നിട്ട് അതിനോട് സഹകരിച്ചു കൊടുക്കുക എന്നുള്ളത് മതസൗഹാർദ്ദമാണ്. അതൊന്നും മതസൗഹാർദ്ദമല്ല മാന്യ സഹോദരങ്ങളെ, അത് മതസൗഹാർദ്ദമല്ല, മതത്തെ പരിഹസിക്കലാണ്, കളിയാക്കലാണത്, അള്ളാനെ പരിഹസിക്കലാണത്, പടച്ചറപ്പിനെ പരിഹസിക്കലാണ്. ഇത് ഒറ്റപ്പെട്ടൊരു CG തങ്ങൾ മാത്രമല്ല, പാളയം പള്ളിയില് തട്ടമിട്ട് താടി വെച്ചൊരു ഉസ്താദ് ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ അറിയപ്പെട്ടൊരു നേതാവാണ് അദ്ദേഹം. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം പോയത് എങ്ങോട്ടാ? ഇത് പിറവിയാണ്, പിറവി, ക്ഷേത്ര നടയിൽ നിന്ന് ഇറങ്ങണ പത്ര. ആ പിറവിയിൽ വന്നു ലേഖനം. എന്താ വന്നത്? ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്തു. ആര്? ഈ ഉസ്താദ്. എന്ന് മാത്രല്ല, ആ യോഗത്തിന് മൂപ്പര് പറഞ്ഞെന്താ, ഈ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം റമളാൻ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അള്ളാന്റെ തൗഫീഖ് കൊണ്ടാണ്. ഖബറിൽ കിടക്കേണ്ട മാന്യ സഹോദരങ്ങൾ, അള്ളാനെ കണ്ടുമുട്ടൂലേ, അള്ളാനെ കണ്ടുമുട്ടൂലേ? ഈ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ആദിശങ്കര വിരചിതമായ ഈ ഭജഗോവിന്ദം ജ്ഞാനയജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അള്ളാന്റെ തൗഫീഖ് കൊണ്ടാണ് റമളാൻ മാസത്തിൽ എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു മുസ്ലിമിന് പറയാൻ പാടില്ല. ഈ നാട്ടിലെ ആ മുസ്ലിമീങ്ങളോട് ചോദിച്ചു നോക്കൂ, അവര് പറയും മുസ്ലിമീങ്ങൾക്ക് വിഗ്രഹമില്ല എന്ന്. ഒരിക്കലും ഒരു വിഗ്രഹാരാധകരല്ല, അത് മുസ്ലിമീങ്ങൾ പറയും. നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ പറയില്ലേ, ഒരു മുസ്ലിമിനെ ബാറിന്റെ മുന്നിൽ കണ്ടാൽ നമ്മുടെ നാട്ടിലെ സന്തോഷും രാജേഷും വന്നിട്ട് എന്താ പറയാ, എടാ നീ കാക്കല്ലേ, എനിക്കത് ഹറാമല്ലേ ഉണ്ടോ? അല്ല, അവർക്കറിയാം ഒരു മുസ്ലിമിന് കള്ളു കുടിക്കാൻ പാടില്ല,
ഒരു മുസ്ലിമിന് വിഗ്രഹാരാധനയില്ല. അവൻ വിഗ്രഹത്തെ പൂജിക്കുന്നവനല്ല. അവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു അവന് മാത്രം ആരാധന കൊടുക്കുന്നവനാണെന്ന് നമ്മുടെ നാട്ടിലെ അമുസ്ലിങ്ങൾ വരെ അറിയുന്ന കാര്യമാണ്. അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മുസ്ലിമിന്റെ യോഗ്യതയായി അവർ മനസ്സിലാക്കുന്നതും അതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു എന്ന ബോധത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ, അതേ പാളയം പള്ളിയിലെ ഖത്തീബ് തന്നെയാണ് അമൃത ടിവിയിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞത്, വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ഒരു മുസ്ലിമിനെ ചൂണ്ടിയിട്ട് മതസൗഹാർദ്ദത്തിന്റെ ആളാണ് അദ്ദേഹം ചെയ്യണ വലിയൊരു സേവനാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ആയിരുന്നെങ്കിൽ, തൗഹീദ് അതായിരുന്നെങ്കിൽ ഇബ്രാഹിം നബിക്ക് എന്ത് സുഖ. ഇബ്രാഹിം നബി വാപ്പളിക്ക് നമ്മുടെ കുടുംബം എന്ന് വെച്ചാൽ എത്ര സൗഹാർദ്ദമുള്ള കുടുംബം. ഉപ്പ നമ്മൾ വലിയ മതസൗഹാർദ്ദത്തിന്റെ ആൾക്കാരാട്ടോ. ഉപ്പ വിഗ്രഹത്തിൽ ഉണ്ടാക്കാൻ പൂജിക്കാൻ ഞാൻ തൗഹീദ് പറയാ, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ വലിയ മതസൗഹാർദ്ദത്തിന്റെ ആളുകളല്ലേ? ഏറ്റവും വലിയ മതസൗഹാർദ്ദ കുടുംബമാരാ നമ്മുടെ കുടുംബമല്ലേ? ഇതല്ലേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയേണ്ടത്. പക്ഷെ ഇബ്രാഹിം നബി ഉപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ ചെയ്യുന്നത് ശരിയല്ലത്, താങ്കൾ നരകത്തിൽ പോകും, എനിക്ക് സ്നേഹമുണ്ട് തങ്ങളോട്, അതുകൊണ്ടാണ് ഉപ്പ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാ. ആരാ പറയണത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ഉപ്പ കേട്ടില്ല. പറഞ്ഞു നോക്കി ആ മോൻ, 100 വട്ടം പറഞ്ഞു നോക്കി, എല്ലാ സ്നേഹവും പ്രകടിപ്പിച്ച് പറഞ്ഞു നോക്കി. പക്ഷേ ഉപ്പ ഉൾക്കൊണ്ടില്ലെന്ന് മാത്രല്ല, ഉപ്പ നാട്ടുകാർക്കൊപ്പം കൂടിയിട്ട് പറഞ്ഞു, ലൈലം തന്തഹി ലാർജുമന്നക്, മോനെ ഇബ്രാഹിമേ, നീ നിർത്തിയില്ലെങ്കിൽ നിനക്ക് എന്റെ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ഞാൻ തരൂല എന്ന് മാത്രല്ല, ലാർജുമന്നക്, നിന്നെ കല്ലെടുത്തെറിയുന്നവരുടെ മുന്നിൽ ഞാൻ ഉണ്ടാവും, നിന്നെ എറിയാൻ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞത്. ആര്? ഇബ്രാഹിം നബിയുടെ വാപ്പ. ആട്ടിവിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ. പോയി ഇബ്രാഹിം അലൈഹി സ്വലാം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് പോവുകയാണ്, അവൻ എനിക്കൊരു വഴി കാട്ടിത്തരും. അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എന്റെ ഉപ്പ എന്നെ ആട്ടിയിറക്കിയാൽ, എന്റെ ഉമ്മ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ ഞാൻ പട്ടിണിയാവില്ല, ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന ബോധം എനിക്കില്ല. കാരണം എനിക്ക് അന്നം നൽകിയത് എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല. അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് അന്നം നൽകുന്നത് എന്നെ സൃഷ്ടിച്ച റബ്ബാണ്, എനിക്ക് വെള്ളം നൽകുന്നവൻ എന്നെ സൃഷ്ടിച്ച റബ്ബാൻ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ ഈ പോണ പോക്കിൽ രോഗിയായി തീർന്നാൽ എനിക്ക് ശമനം നൽകുന്നവൻ റബ്ബാൻ. അതുകൊണ്ട് ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ആ മകൻ. നഗ്നപാതനായി കിലോമീറ്ററുകൾ, 10,000 കിലോമീറ്ററുകൾ താണ്ടി കടന്നു ചെന്നിടത്തേക്ക് അദ്ദേഹം തൗഹീദ് പറഞ്ഞു. സൂര്യനെ ആരാധിച്ച ജനതയെ അദ്ദേഹം കണ്ടുമുട്ടി, ചന്ദ്രാരാധകരെ അദ്ദേഹം കണ്ടുമുട്ടി. എന്നിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ചന്ദ്രയാൻ നടത്തുന്നതിന് മുമ്പ്, മനുഷ്യൻ പരിഗവേഷണങ്ങൾ നടത്തുന്നതിന് മുമ്പ്, മനുഷ്യൻ ഗോളശാസ്ത്രത്തിന്റെ മേഖലകൾ താണ്ടിപ്പിടിക്കുന്നതിന് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാൻ ഈ സൂര്യനെ ആരാധിക്കില്ല, ഞാൻ ഈ ചന്ദ്രനെ ആരാധിക്കില്ല, ഞാൻ ഈ നക്ഷത്രങ്ങളെ ആരാധിക്കില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അത് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞ വാചകമാണ്. ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിലേക്കാണ്. ഈ സൂര്യനെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്, ഈ ചന്ദ്രനെ സൃഷ്ടിച്ചൊരു നാഥനുണ്ട്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്, നക്ഷത്രങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ആകാശഭൂമണ്ഡലങ്ങളെയും ഈ അനന്തകോടി താരകങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ആ റബ്ബിലേക്ക് ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ഹനീഫൻ, എന്റെ മനസ്സിൽ വക്രതയില്ല, കളങ്കമില്ല. മുസ്ലിമൻ, ഞാനൊരു മുസ്ലിമാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല, ഞാനൊരു മുശ്രിക്കല്ല. ഇത് പ്രഖ്യാപിച്ചു മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ കട്ടളകൾ സഹിച്ച ഉപ്പയോട് തൗഹീദ് പറഞ്ഞ ആ ഇബ്രാഹിം അലൈഹിസ്സലാം പരലോകത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആളുകൾ പരലോകത്ത് വരുന്നത്, ജനങ്ങൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ഇന്നക്കും മഹ്ശൂറൂന ഖുഫാത്തൻ ഉറാത്തൻ ഉർല, നിങ്ങൾ പരലോകത്ത് വരുന്നത് നഗ്നരായിക്കൊണ്ടാണ്, നഗ്നപാതരായിക്കൊണ്ടാണ്, ജലാഗ്രഹം ചെയ്യപ്പെടാത്തവരായിക്കൊണ്ടാണ്. ഒരാളും വന്ന് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവൂല, കുപ്പായിട്ടുണ്ടാവൂല, അതുപോലെ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവൂല, ജലാഗ്രഹം ചെയ്യപ്പെട്ടിട്ടുണ്ടാവൂല. പരലോകത്ത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന വ്യക്തി ഇബ്രാഹിം നബിയാണ്. പരലോകത്ത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന മഹാത്മാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി പരലോകത്ത് അള്ളാഹുവിന്റെ ആദരവിന്റെ വസ്ത്രമണിഞ്ഞു നിൽക്കുമ്പോ ആ ഉപ്പയെ കണ്ടുമുട്ടുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. 3 സ്ഥലത്ത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിൽ എന്താ? ഉപ്പയെ കണ്ടുമുട്ടുകയാണ് ആ മകൻ. ആ സന്ദർഭത്തിൽ അലാ വജ്ഹി ആസറ ഖതറത്തുൻ വഅബറ, ചെടി പുരണ്ട് മുഖമാസകലം പൊടി പിടിച്ച് വിവർണനായി കണ്ണുതള്ളി ആ ആസർ അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ
ആ മകൻ ചെന്നിട്ട് ചോദിക്കണം ഉപ്പയോട്, ഉപ്പാ അലം അകുല്ലക ലാ തഅസിനി, ഉപ്പാ നിങ്ങൾ എന്നെ ധിക്കരിക്കരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇങ്ങനെ ശിർക്ക് ചെയ്യരുതെന്ന് ഈ മകൻ എത്ര തങ്ങളോട് പറഞ്ഞു, പക്ഷേ താങ്കൾ അത് സ്വീകരിച്ചില്ലല്ലോ ഉപ്പാ, അതുകൊണ്ടല്ലേ ഈ അവസ്ഥ എന്നിങ്ങനെ മകൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ആരോട്? ഉപ്പയോട്. ആ സന്ദർഭത്തിൽ ആസർ പറയാണ്, ഇബ്രാഹിമിനോട് ഉപ്പ പറയാണ്, മോനെ എന്നോട് പറഞ്ഞോളൂ, ഇന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരിക്കലും ഞാൻ ഇന്നേ ദിവസം നിന്നെ ധിക്കരിക്കൂല മോനെ, നീ എന്നോട് എന്തും പറഞ്ഞു ഉപ്പ സ്വീകരിക്കാം, ഒരു പ്രശ്നമില്ല. അന്ന് ഉപ്പക്ക് തെറ്റുപറ്റിയതാ, ഉപ്പക്ക് മനസ്സിലായില്ല മോനെ, അതുകൊണ്ട് ഇന്ന് നീ എന്ത് പറഞ്ഞാലും ഉപ്പ അനുസരിക്കാം മോനെ, അതുകൊണ്ട് മോൻ പറഞ്ഞോളൂ എന്ന് ചെളി പുരണ്ട് നിൽക്കുന്ന, പൊടി പിടിച്ച് നിൽക്കുന്ന, ആകെ വിഷണ്ണനായി നിൽക്കുന്ന ആ ഇബ്രാഹിം നബിയുടെ ഉപ്പ ഇബ്രാഹിം നബിയോട് പറയുമ്പോ ഇബ്രാഹിം നബി അള്ളാഹുവിലേക്ക് കരം നീട്ടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്രാഹിം നബി അള്ളാഹുവിലേക്ക് കരം നീട്ടി പറയുന്നത്, യാ റബ്ബ്, രക്ഷിതാവേ, നീ എനിക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്, വാഗ്ദാനമുണ്ട്. എന്താണ് ആ വാഗ്ദാനം? അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ, ആളുകളെ രണ്ടാമതൊരുമിച്ച് കൂട്ടപ്പെടുന്ന ഖിയാമത്ത് നാളിൽ എന്നെ നിന്ദിക്കുകയില്ലെന്ന് അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്നോട് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ എന്ത് വേദനയാണ് എനിക്കുണ്ടാവുക, അതുകൊണ്ട് എന്റെ ഉപ്പയെ രക്ഷപ്പെടുത്തണമെന്ന അർത്ഥത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇജാബത്ത് കിട്ടും. അല്ലാഹ് ഇബ്രാഹിം നബിയോട് പറയുന്നത്, ഇബ്രാഹിം ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഈ ദിവസം വേറെയാ ഇബ്രാഹിം, ഇനി വിചാരിച്ച ദിവസമല്ലിത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, മക്കളോ പണമോ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസമാണെന്ന്. നിന്റെ ഉപ്പയുടെ കാര്യത്തിലുമില്ല കൺസെഷൻ. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ സ്വർഗ്ഗം നിഷിദ്ധമാണ് ഇബ്രാഹിം, അതുകൊണ്ട് സാധ്യമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ഞെട്ടിപ്പോകും. ഇബ്രാഹിം അലൈഹിസ്സലാം വിഷമിച്ച് നിൽക്കുമ്പോ അല്ലാഹ് ചോദിക്കും, അല്ല ഇബ്രാഹിം, എന്താണ് താങ്കളുടെ എന്താ താങ്കളുടെ കാൽച്ചുവട്ടിൽ നോക്കൂ എന്ന് പറയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്കുമ്പോ ചെളി പുരണ്ട ഒരു കഴുതപ്പുലി തന്റെ കാൽച്ചുവട്ടിൽ നിൽക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പയുടെ കോലം അല്ലാഹ് മാറ്റിക്കളയും. ഈ രൂപത്തിൽ ചെളി പുരണ്ട ഒരു കഴുതപ്പുലിയായി തന്റെ ഉപ്പ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽച്ചുവട്ടിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ മലക്കുകൾ വരും. എന്നിട്ട് ആ കഴുതപ്പുലിയുടെ രൂപം പ്രാപിച്ച ആസറിനെ കൈകാലുകൾ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം മാന്യ സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യം ഇത് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ശിർക്കിന്റെ പ്രചാരകരായി, ശിർക്കിന്റെ പ്രയോക്താക്കളായി, ശിർക്കിന്റെ വാഹകരായി മാറിപ്പോകുന്നത് കാണുമ്പോൾ മാന്യ സഹോദരങ്ങളെ വിഷമത്തോടെ അവരെ വിളിച്ച് ഉപദേശിച്ചു കൊടുക്കണം. ലോകത്തോട് നമുക്ക് തൗഹീദ് പറയാനുണ്ട്, ലോകത്തോട് നമുക്ക് തൗഹീദ് പറയാനുണ്ട്, ലോക ജനതയ്ക്ക് തൗഹീദ് പറയാനുണ്ട്. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് നീ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കേരളത്തിന്റെ മുക്കുമൂലകളിലും കേരളത്തിന് പുറത്തും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ഇതുപോലുള്ള എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നത്. ഇതൊരു വാശിയുടെയോ വൈരാഗ്യത്തിന്റെയോ വിഷയമല്ല, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നമാണ്. ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം വിഷയമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വിഷയമാണ്. ലോകത്ത് പ്രവാചകന്മാർ പറഞ്ഞ് പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് സ്നേഹത്തോടെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇസ്ലാമിനെ സംബന്ധിച്ച് എത്തിച്ചു കൊടുക്കുക. ഇതാണ് ഇസ്ലാം. നിങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല ഇസ്ലാം, നിങ്ങൾ കണ്ടതല്ല ഇസ്ലാം, നിങ്ങളുടെ അയൽപക്കത്ത് കണ്ടതല്ല ഇസ്ലാം, നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് കണ്ടതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും പറഞ്ഞ രൂപത്തിൽ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനുമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇതിനു മുമ്പ് ഒരുപാട് സംരംഭങ്ങൾ നടത്തി, അതിൽ വിജയം കണ്ടു. നമുക്കറിയാം, ആദ്യമായി കോഴിക്കോടിന്റെ മണ്ണിൽ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ സാൽവേഷൻ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു അമുസ്ലിം സഹോദരൻ അവിടെ വന്നു. മണിക്കൂറുകളോളം നട്ടുച്ച വേലത്ത് ക്യൂ നിന്നു അദ്ദേഹം കാണാൻ. അങ്ങനെ ആ തപിക്കുന്ന സൂര്യന് താഴെ ചൂടുകൊണ്ട് വിയർത്ത് അതിനകത്ത് അദ്ദേഹം കയറി 3-3.5 മണിക്കൂർ അദ്ദേഹം വായിച്ചു. ഓരോ ബോർഡും അദ്ദേഹം വായിച്ചു, ആയത്തുകൾ വായിച്ചു. അള്ളാഹു ആരാണ് വായിച്ചു, മലക്കുകൾ ആര്, കിതാബ് എന്ത്, പരലോകമെന്ത്, ഖുർആൻ എന്ത്, പ്രവാചകൻ എന്ത്, അന്തിമ പ്രവാചകന്റെ പ്രത്യേകത എന്ത്, ജിഹാദ് എന്ത്, ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹം വായിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ആളുകൾ ISM പ്രവർത്തകരെ സമീപിച്ചിട്ട് ചോദിച്ചു, എന്താ തോന്നിയത്, നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നി?
അദ്ദേഹം പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ല ആ വന്ന വ്യക്തി പറഞ്ഞു, അതെ, ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചതല്ല ഇസ്ലാം എന്ന് എനിക്ക് മനസ്സിലായി. ഇസ്ലാമിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണയുമായിട്ടാണ് ഞാൻ എൻ്റെ അകത്ത് കയറിയത്. പക്ഷേ എല്ലാ തെറ്റിദ്ധാരണകളും ഇവിടെ ഇറക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന മമ്മദ്ക്കായ ഇത് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിമിനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ കാണിച്ചു കൊടുക്കും, അയാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. വെറുതെ പറയല്ല മാന്യ സഹോദരങ്ങളെ, ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം. നിരവധി അനവധി ആളുകൾ ഇത് കണ്ടിട്ട് അവര് അവരുടെ നിറഞ്ഞ കണ്ണുകളോടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഷഹാദത്തിന്റെ കലിമ എനിക്ക് പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് പ്രഖ്യാപിക്കണം. ഈ ദലൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ നടന്നതിനു ശേഷവും നിരവധി അനവധി ആളുകൾ ഈ നിറഞ്ഞ കണ്ണുകളുമായി വന്ന് ഷഹാദത്തിന്റെ വാചകം ISMന്റെ പ്രവർത്തകരുടെ നാവിൽ നിന്ന് കേട്ട് ഷഹാദത്തിന്റെ വാചകം ഒഴിഞ്ഞ് മടങ്ങിപ്പോയിട്ടുണ്ട്. പ്രലോഭിപ്പിച്ചിട്ടല്ല, പ്രകോപിപ്പിച്ചിട്ടുമല്ല, നേരെ മറിച്ച് ഇത് കണ്ട് ഇതാണ് ഇസ്ലാം എന്ന് കാണുമ്പോ, ഇതാണ് ഇസ്ലാമിന്റെ തത്വമെന്ന് കാണുമ്പോ മാന്യ സഹോദരങ്ങളെ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവും. നാട്ടിൽ ഇസ്ലാമിനെ പറ്റി ആളുകൾ കണ്ടതെന്താ, മനസ്സിലാക്കിയതെന്താ? നാട്ടിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആളുകൾ കണ്ടത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. നിങ്ങൾ കണ്ടത് മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ലയോട് തൊട്ടുരുമി കിടക്കുന്ന ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് കൊല്ലം ജില്ലയുടെ ബോർഡർ. ആ ബോർഡറിൽ ഓച്ചിറ ഉപ്പുപ്പ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കബറടക്കി. എവിടെ? അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുന്നിൽ. ആ ഭവനത്തിന് മുന്നിൽ കബറടക്കി. ഓച്ചിറ ഉപ്പുപ്പ എന്നാണ് പേര്. യഥാർത്ഥ പേര് ഉപ്പുപ്പയല്ല, അദ്ദേഹം ദാമോദരൻ എന്ന് പറഞ്ഞ ഒരാളാ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് കബറടക്കി അല്ലേ, അവിടെ ജാറമുണ്ടാക്കി, ജാറം കെട്ടിപ്പോക്കി. ഇസ്ലാം ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ റിഫായി റാത്തീബ് ആകട്ടെ, അതല്ലെങ്കിൽ ജാറം കെട്ടിപ്പോക്കലാകട്ടെ, അതല്ലെങ്കിൽ ഇപ്പറയപ്പെടുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങളാകട്ടെ, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല കെട്ടുന്ന ആളുകളുണ്ട്. എട്ടുകാലിയുടെ വല, ആളെ പിടിക്കണം, എന്നിട്ട് ഭക്ഷിക്കണം, തിന്നണം. അതിനുവേണ്ടി വല വിരിക്കുന്ന ആളുകള് വല വിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ദർഗ കെട്ടിപ്പൊക്കി, എന്നിട്ട് പച്ച പെയിന്റ് അടിച്ചു, പച്ചപ്പട്ടതിന്റെ മുകളിൽ ഇട്ടു, പ്രത്യേകം കല്ലുകൾ ചുമന്നു ആളുകള്. തലപ്പാവ് ധരിച്ച ഉസ്താദുമാര് വുദുവെടുത്തിട്ടാ കല്ല് ചുമന്നത്. മക്കുപറ പണിയാൻ, കാവ പണിയാനല്ല, മക്കുപറ പണിയാൻ. അങ്ങനെ പോയി അവിടെ കെട്ടിപ്പൊക്കിയാണ്. ഈ അടുത്ത സമയത്ത് അതിനെപ്പറ്റി അന്വേഷണം നടന്നു. അപ്പോൾ ഉദയഭാനു എന്ന് പേരുള്ള ഒരു അമുസ്ലിം സഹോദരൻ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം, കുപ്പസാബി എന്ന് പറയുന്ന വ്യക്തി എനിക്കറിയാം. അദ്ദേഹം ഓച്ചിറ അമ്പലത്തിൽ ഓങ്കാരം ചെല്ലുന്ന ആളായിരുന്നു. ഓച്ചിറ ക്ഷേത്രത്തിൽ വന്നിരുന്ന ഓങ്കാരം ചെല്ലുന്ന ആളായിരുന്നു ഇയാള്. ഉദയഭാനു ചേട്ടൻ പറയാ, കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞൊരാള്, ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ നാട്ടിലെ ഏഷ്യാനെറ്റ് എന്ന് പേരുള്ള ഒരു മാധ്യമത്തിലൂടെ ലോകം മുഴുവൻ കണ്ട കാര്യം പറയണത്. കൃഷ്ണേട്ടൻ വന്ന് പറഞ്ഞു, ഞാൻ ഉപ്പൂപ്പയായിട്ട് നല്ല പരിചയത്തിലായിരുന്നു, ഇടയ്ക്ക് ഞാൻ ചാരായം കിട്ടിയ മൂപ്പർ കൊണ്ട് കൊടുക്കാറുണ്ട്, മൂപ്പർ അടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കഞ്ചാവ് തെറുക്കുമ്പോ അക്കൂട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ എടുത്ത് മാറ്റി ഉപ്പൂപ്പ കൊണ്ട് കൊടുക്കും, ഉപ്പൂപ്പ അടിക്കാറുണ്ട് എന്ന്. കൃഷ്ണേട്ടൻ ഇന്നും ജീവിച്ചിരിക്കുകയാണ് അല്ലേ? ഈ ഉദയഭാനു ചേട്ടനും കൃഷ്ണേട്ടനോട് ജീവിച്ചിരിക്കുമ്പോ ഓച്ചിറപ്പള്ളിയുടെ മുന്നില് ഈ ജാറുണ്ട്. ആ ജാറത്തിന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് പരിപാടി ഉണ്ടായിരുന്നു അതിനടുത്ത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ വന്നിട്ട് പറയാണ്, ഉസ്താദെ അവിടെ വന്നിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ തലപ്പാവ് ധരിച്ച, താടി വെച്ച മുസ്ലിങ്ങളായ ആളുകൾ, പുരുഷന്മാർ, പർദ്ദയിട്ട സ്ത്രീകൾ വന്നിട്ട് ഇങ്ങനെ കൈകൂപ്പി അല്ലെങ്കിൽ കൈനീട്ടി പ്രാർത്ഥിക്കുകയാണ്. ഓച്ചിറ ദർഗയിൽ പോയിട്ട് കൈനീട്ടി പ്രാർത്ഥിക്കുന്ന തലപ്പാവ് വെച്ചവനെയും അതുപോലെ തന്നെ തൊപ്പി വെച്ചവനെയും പർദ്ദയിട്ടവളെയും ആര് കാണുന്നുണ്ട്? ഉദയഭാനു ചേട്ടൻ കാണുന്നുണ്ട്, കൃഷ്ണേട്ടൻ കാണുന്നുണ്ട്. അവരെന്തായിരിക്കും ചിന്തിക്കുക? പടച്ചോനെ, ഇവരൊരു ഗതി എന്നാലോചിക്കടി അല്ലേ? ഞാൻ ചാരായം വാങ്ങിക്കൊടുത്ത, ഞാൻ കഞ്ചാവ് മേടിച്ചു കൊടുത്തവന്റെ മുന്നിൽ ആ മൂപ്പര് പോയി കൈ നീട്ടിക്കണ് അല്ലേ? ഇവരുടെ മതം ഏതാണ് എന്നവർ ചിന്തിക്കൂലേ? ഇവരെത്ര ദുർബലന്മാരാൻ ചിന്തിക്കൂലേ? മാന്യ സഹോദരങ്ങളെ, കുറ്റം പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഇസ്ലാം എന്നൊന്ന് പഠിക്കാൻ അവർ തയ്യാറാകൂ ഇല്ല. അതാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ജമാലുദ്ദീൻ അഫ്ഗാനി ലോകത്തോട് പറഞ്ഞത്. ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്, മുസ്ലിങ്ങളെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. എന്താ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നറിയോ? വലത് കയ്യിൽ നിങ്ങൾ ഖുർആൻ എടുക്കണം,
ഇടത് കയ്യിൽ സുന്നത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് നിങ്ങൾ കയറണം. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറയണം, ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ഇസ്ലാം ഇതിലുണ്ട് എന്ന് പറയണം. അതൊരു ബാധ്യതയാ. കാര്യം നമ്മളെ കണ്ട ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരൂല. ആ രൂപത്തിൽ അതപ്പതിച്ചു പോയി എന്നാണ് മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിന് നമ്മൾ തടസ്സമാകരുത് എന്നാ. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, നമുക്ക് മാറ്റം ഉണ്ടാകണം. നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ വിശുദ്ധമായ ആദർശം എത്തിച്ചു കൊടുക്കണം. നമ്മൾ ആരുടെയും ശത്രുക്കളല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ശത്രുവല്ല. ഒരു RSSകാരന്റെയും ശത്രുവല്ല നമ്മൾ. ഒരു ബജ്രംഗ് ദളുകാരന്റെയും ശത്രുവല്ല നമ്മൾ. ഒരാളുടെയും ശത്രുവല്ല നമ്മൾ. നേരെ മറിച്ച് അവരെ വിളിച്ചിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നവരാണ്, പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. യുദ്ധക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി ഒരു ശത്രുവിനെ മലർത്തിയടിച്ച ഘട്ടത്തിൽ അയാൾ നേരെ വാളോങ്ങുമ്പോ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ആ സഹാബി പറഞ്ഞത് എന്താണെന്നറിയോ? എന്ത് ഇപ്പോഴോ എല്ലാം കഴിഞ്ഞപ്പോഴാ കൊടുത്തൊരു വെട്ട്. എന്നിട്ട് അഭിമാനത്തോടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനിങ്ങനെ മലർത്തിയടിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ കൊടുത്തൊരു വെട്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെച്ച്, എന്തേ നീ അദ്ദേഹത്തിന്റെ മനസ്സ് ചൂഴ്ന്നു നോക്കിയോ? അയാൾ വിശ്വാസിയല്ല, നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നീ അയാളെ ഹൃദയം തുറന്നു നോക്കിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമുക്കൊരാളോടും ശത്രുതയില്ല. ഉഹുദിന്റെ രണാങ്കണത്തിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മാറക്ഷം വെച്ചിട്ട് വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ ഒളിയം പെയ്തു. ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന്റെ പ്രലോഭനത്തിൽപ്പെട്ടിട്ട് ധീരയോദ്ധാവായിട്ട് ഉഹുദിന്റെ രണാങ്കണത്തിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അടരാടിക്കൊണ്ടിരിക്കുമ്പോ വഹ്ശി പുറകിൽ വന്നിട്ട് ഒളിയം പെയ്ത് എന്നതിൽ വിദഗ്ധനായ മനുഷ്യൻ അമ്പെയ്ത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലൂടെ ആ ഒളിയമ്പ് തുളച്ചു കയറി മുതുകിലൂടെ പുറത്തേക്കിറങ്ങി തന്റെ കുതിരയുടെ മുകളിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു പെടഞ്ഞ് താഴേക്ക് വീണിട്ട് മരണപ്രാളം കൊണ്ടിങ്ങനെ പെടയുമ്പോ ഹിന്ദോടി വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാറ് കുത്തിക്കീറിയിട്ട് കുടൽമാല വലിച്ച് പുറത്തെടുത്ത് കരളെടുത്ത് ചവച്ചു തുപ്പി തലവെട്ടിപ്പിടർന്ന് തലയോട് പുറത്തെടുത്തിട്ട് അതിന് കള്ളൊഴിച്ച് കുടിച്ചു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിന്റെ രണാങ്കണത്തിന്റെ പൊടിപാറുന്ന യുദ്ധത്തിന് ശേഷം രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവാചകൻ നോക്കുമ്പോ വികൃതമാക്കപ്പെട്ട് കിടക്കുകയാണ് തന്റെ ഇളാപ്പയുടെ ശരീരം. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട് കുടൽമാല പുറത്തേക്ക് ഊരി കരൾ ചവച്ചു തുപ്പിയ അവസ്ഥയിൽ തന്റെ ഇളാപ്പയുടെ ആ മയ്യത്ത് കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയി, യാ അമ്മി യാ ഹംസ, യാ സയ്യിദ ശുഹദാ യാ ഹംസ, എന്റെ ഇളാപ്പ ഹംസേ, ശുഹദാക്കളുടെ നേതാവായ ഹംസേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. നബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. ഇസ്ലാമിക ലോകത്ത് പിന്നീട് കടന്നു വന്ന ചരിത്രകാരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ നിമിഷങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയപ്പോൾ അതിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ എഴുതി വെച്ചു, നബി കരഞ്ഞു ബിമൗത്തി ഹംസ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ പ്രവാചകൻ കരഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചുവെങ്കിൽ ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരമായി കൊന്ന, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിനു നേരെ ഒളിയം പെയ്ത ആ വഹശി അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിൽ വന്നു. ഒരിക്കൽ തന്റെ ഇളാപ്പയെ വികൃതമാക്കിയവൻ അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്ന് നിൽക്കുമ്പോ നബി ഒരു വട്ടം ഇങ്ങനെ നോക്കി, എന്നിട്ട് റസൂലുള്ള മുഖം തിരിച്ചു. നബിയുടെ മുന്നിൽ വന്ന് സലാം പറയാണ് വഹ്ശി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മാറ്റിക്കളഞ്ഞു, തല നബി തിരിച്ചു കളഞ്ഞു. നബി അത് കേൾക്കാത്തത് പോലെ ഇരുന്നു. ആ ഘട്ടത്തിൽ വഹ്ശി വന്നിട്ട് ഉറക്കെ അവിടെ വെച്ചുകൊണ്ട് പറയാണ്, അതൈതു ഇലൈക യാ ഖൈറൽ ബരിയ ബിതഹ്ഖീഖിൻ വഇഖ്ലാസിൻ വാരിയ. ഓ നബിയെ, ഈ വഹ്ശി ഇന്ന് താങ്കടുക്കൽ വന്നിട്ടുള്ളത് ഏറ്റവും നല്ല മനസ്സുമായിട്ടാണ്, ഏറ്റവും നല്ല നിയത്തുമായിട്ടാണ്, ഏറ്റവും നല്ല വിചാരവുമായിട്ടാണ്. എനിക്ക് മുസ്ലിം ആകണം നബിയെ, താങ്കളുടെ അനുയായിയാകണം നബിയെ, എനിക്കൊരു മുവഹിദാകണം നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം നബിയെ, എനിക്കൊരു മുഅ്മിനായി ഈ ലോകത്ത് ജീവിക്കണം നബിയെ എന്ന് പ്രവാചകന്റെ സമീപത്ത് വന്നിട്ട് വഹ്ശി പറയുമ്പോ നിറഞ്ഞ കണ്ണുകളുമായി അഷ്റഫുൽ ഖൽഖ് വഹ്ശിയുടെ കൈപിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയൂ വഹ്ശി, പറയൂ വഹ്ശി. വഹ്ശി അത് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്, നബിയെ താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ്,
അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന ആ വാചകം പറയുമ്പോ പ്രവാചകൻ വഹ്ശിയോട് പറയുന്ന വഹ്ശി, നീ എന്റെ അടുത്ത് വരരുത്, എന്റെ അടുക്കൽ വരരുത് വഹ്ശി, എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നില്ല വഹ്ശി. ആ വഹ്ശി പ്രവാചകനോട് ചോദിക്കുകയാണ്, എന്നെ അവഗണിക്കുന്നോ നബിയെ, എന്നെ മാറ്റി നിർത്തുകയാണോ നബിയെ? ആ ഘട്ടത്തിൽ പ്രവാചകൻ പറയുന്നു, ഇല്ല, നിന്നെ അവഗണിക്കുന്നില്ല, നീ വന്നോളൂ, എന്റെ മുന്നിൽ വന്നിരുന്നോളൂ, പ്രശ്നമില്ല. പക്ഷേ നിന്നെ കണ്ടാൽ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിട്ട് വീണാൽ എന്താ നബിയെ താങ്കൾ കരയുന്നതെന്ന് എന്നോട് ചോദിക്കല്ല വഹ്ശി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യണ്ടായില്ല വഹ്ശിയോട്, വൈരാഗ്യം ഉണ്ടായില്ല. തന്റെ ഇളാപ്പയെ കൊന്നാൾക്ക് ഹിദായത്ത് ചോദിച്ചിട്ട് അദ്ദേഹം വന്നപ്പോ ആ മനുഷ്യന്റെ കൈപിടിച്ച് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് ലോകത്തോടൊരു ശത്രുതയില്ല, ഒരാളോടൊരു ശത്രുതയില്ല. നേരെ മറിച്ച് നല്ല മനസ്സു മാത്രം, എനിക്ക് കിട്ടിയ ഹിദായത്ത് തൗഹീദ് നിനക്കും കിട്ടണം, ഞാൻ നിനക്ക് തരും, നിനക്ക് എത്തിച്ചു തരും. ഒരിക്കലും എന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് ദുരുദ്ദേശമില്ല, നിനക്കും കിട്ടണം ആ സ്വർഗം, ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി തകരാൻ തയ്യാറാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നശിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിയെ നോക്കിയിട്ട് ഖുർആൻ പറഞ്ഞത് നബിയെ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. നബി പറയാ, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം. അല്ലാഹു പറയാണ്, നബിയെ നോക്കിയിട്ട് പറയാണ്, നബിയെ താങ്കൾ താങ്കളെ തന്നെ നശിപ്പിച്ചു കളയുകയാണോ നബിയെ? മറ്റുള്ളവർ വിശ്വാസികളാകാൻ വേണ്ടി, മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി താങ്കൾ നശിക്കുകയാണോ നബിയെ? എന്നാ ഇസ്ലാമിലേക്ക്, ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു മനുഷ്യൻ, ഹൈന്ദവനായിരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു ദിവസം ഒരു ക്ലാസ് ഇങ്ങനെ നടത്തി. ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ സുഹൃത്ത് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് ആ പറഞ്ഞ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു. ആരാ ചോദിക്കണത്? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരനാണ്, ഹിന്ദുവായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, മൗലവി നിങ്ങൾക്ക് ആ വാചകത്തിന്റെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തെ തന്നെ നശിപ്പിക്കണം, മറ്റുള്ളവർ നന്നാകാൻ, അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാണ്, എന്തിനും തയ്യാറാണ്, എന്തിനും സഹിക്കണം, അത് വിഷമിക്കണം, മനസ്സിൽ ദുഃഖിക്കാണ്, മറ്റൊരുത്തന്റെ പ്രയാസത്തിൽ നബി ദുഃഖിക്കാണ്, അവന് ഹിദായത്ത് കിട്ടാത്ത നബി ദുഃഖിക്കാണ്. ആ നബിയെ തന്നെ വിഷമിപ്പിച്ച് നശിപ്പിക്കാണോ എന്ന് ചോദിക്കാണ് എന്നാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തേ നബി അങ്ങനെ ആകാൻ കാരണം എന്ന് ചോദിച്ചു. ഇദ്ദേഹം എന്തേ നബി അങ്ങനെ ആകാൻ കാരണം? എന്നിട്ട് അദ്ദേഹം പറയാ, നബി സ്വർഗം കണ്ട ആളാ, നരകം കണ്ട ആളാ, കണ്ണുകൊണ്ട് കണ്ടത് ഉണ്ട് എന്ന് ആളുകളോട് പറയണത്. അപ്പോ ആളുകൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഉണ്ടാകണ പ്രയാസം ഉണ്ടല്ലോ പോലും, അത് ചെറുതല്ല. ഒരു കാര്യം കണ്ണുകൊണ്ട് കണ്ടിട്ട് അത് ഉള്ളതാണെന്ന് നാട്ടുകാരോട് പറയോ, അങ്ങനെ അതൊന്നും ഇല്ല, വെറുതെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകണം മാനസിക വിഷമമുണ്ടല്ലോ, അത് ചെറുതല്ല. ഇദ്ദേഹം പറയാണ്, ഈ സുഹൃത്ത് പറയണം, അദ്ദേഹത്തിന് അതാ മനസ്സിലായത്. നിങ്ങൾ മനസ്സിലാക്കണം, ശരിയല്ലേ? അള്ളാഹുവിന്റെ റസൂൽ കണ്ണുകൊണ്ട് കണ്ടിട്ടാവെന്ന് പറയണത്, ഉണ്ട് സ്വർഗം ഉണ്ട് കേട്ടോ, നരകമുണ്ട് എന്ന്. ശിവൻ പറയാൻ അങ്ങനൊന്നുമില്ല, ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നശിക്കാൻ തയ്യാറാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നശിക്കാൻ തയ്യാറാകുന്നവൻ അവനാണ് മുവഹിദ്, അവനാണ് മുജാഹിദ്. നിങ്ങൾ മനസ്സിലാക്കണം, അവനാ മുജാഹിദ്, മറ്റുള്ളവരെ കൊല്ലാൻ നടക്കണവനല്ല. നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ഹിദായത്തിന്റെ ഈ തെളിച്ചം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, അവനാണ് മുജാഹിദ്. അങ്ങനെ ആളുകൾക്ക് മാറ്റമുണ്ടാകണം, ശത്രുവിനും നന്മ ലഭിക്കണം, അവനും സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ മഹത്തായ സന്ദേശം ലോകത്തിന്റെ മുന്നിലേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഈ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ തുണക്കുമാറാകട്ടെ. അല്ലാഹുവേ, ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, ഈ വിശുദ്ധമായ ദീനിന്റെ ശബ്ദം ലോകത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്, ഞങ്ങൾക്ക് നീ അറിവ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും നീ ദൂരീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കുന്ന മുത്തുക്കോളി ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങൾ ബഹുമാനിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ ചങ്ങാതി
ഭാര്യമാർ എല്ലാവരെയും നീ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.